നമസ്കാരം. കെയറിംഗ് ഹാൻഡ്സ് എന്ന പരിപാടിയിലേക്ക് സ്വാഗതം. വിവിധ തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളും ചർച്ചകളുമാണ് നിങ്ങളുടെ മുന്നിൽ ഞങ്ങൾ എത്തിക്കുന്നത്. ഇന്നത്തെ വിഷയം പ്രമേഹവും വ്യായാമവും. ഈ വിഷയത്തെപ്പറ്റി നമ്മളോടൊപ്പം സംസാരിക്കുന്നതിനായി തിരുവനന്തപുരത്തെ ഡോക്ടർ റഷീദ്സ് ഡയബറ്റിസ് സ്പെഷ്യാലിറ്റി സെൻറ്ററിലെ ചീഫ് കൺസൾട്ടൻ്റായ ഡോക്ടർ സബീർ എ റഷീദ് നമ്മളോടൊപ്പം ഉണ്ട്. സ്വാഗതം ഡോക്ടർ. പ്രമേഹത്തെക്കുറിച്ച്, പ്രമേഹം എന്താണെന്ന് തുടങ്ങി നമുക്ക് വ്യായാമത്തിലേക്ക് വരാം. ഓക്കെ. പ്രമേഹം എനിക്ക് തോന്നുന്നു നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകൾ വളരെ വിശദമായിട്ട് ചർച്ച ചെയ്തുകൊണ്ട് ഞാനതിൻ്റെ വളരെ വിശദമായിട്ടുള്ള ഒരു ലെവലിലോട്ട് പോകുന്നില്ല. പ്രമേഹം എന്ത് എന്നൊരൊറ്റ വാക്യത്തിൽ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പ്രേക്ഷകർക്കായിട്ട് ഏറ്റവും എളുപ്പത്തിൽ മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് വർദ്ധിക്കുന്ന അവസ്ഥ. നമ്മൾ അത്രമാത്രം അതിൻ്റെ പെത്തോളജിയും ബാക്കിയുള്ള കാര്യങ്ങളോട്ടൊന്നും ഞാൻ പോകുന്നില്ല. അപ്പോൾ സാധാരണഗതിയിൽ ഒരു വ്യക്തിയുടെ രക്തത്തിലെ ഗ്ലൂക്കോസ് നിർബന്ധമായിട്ട് കാണുന്നതാണ്. അപ്പോൾ ആ വർദ്ധിക്കുന്ന അവസ്ഥയാണ് പ്രമേഹം. അപ്പോൾ ഏതിൽ കൂടുതൽ അല്ലെങ്കിൽ ഏതിൽ വർദ്ധിക്കുമ്പോഴാണ് ഒരു വ്യക്തിയെ പ്രമേഹ രോഗിയെ നിർവചിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ചർച്ച. അപ്പോൾ സാധാരണഗതിയിൽ ഒരു വ്യക്തിയുടെ രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് വെറും വയറ്റിൽ 126 അതിൽ കൂടുകയോ ആഹാരം കഴിച്ച് 2 മണിക്കൂറാകുമ്പോൾ 200 അതിൽ കൂടുകയോ ചെയ്താൽ മാത്രമേ നമുക്കൊരു വ്യക്തിയെ പ്രമേഹ രോഗിയെ നിർവചിക്കുവാൻ കഴിയൂ. അപ്പോൾ ഞാൻ ഒന്നുകൂടി പറയാം. ഒരു വ്യക്തിയുടെ രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് വെറും വയറ്റിൽ 126 അതിൽ കൂടുകയോ ആഹാരം കഴിച്ച് 2 മണിക്കൂറാകുമ്പോൾ 200 അതിൽ കൂടുകയോ ചെയ്താൽ ആ വ്യക്തിയെ നമുക്ക് പ്രമേഹ രോഗിയെ നിർവചിക്കാം. ഇനി മറ്റൊരു നിർവചനത്തിൻ്റെ ഒരു ക്രൈറ്റീരിയയും കൂടിയുണ്ട്. ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു HbA1c എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ കഴിഞ്ഞ 3 മാസത്തെ രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ ശരാശരി ആവറേജ് ബ്ലഡ് ഗ്ലൂക്കോസ് പ്രീവിയസ് 3 മന്ത്സിൻ്റെ കഴിഞ്ഞ 3 മാസത്തെ രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ ഒരു പരിശോധനയുടെ ഒരു ആവറേജ് ഒരു ഇൻഫർമേഷൻ നമുക്കതിൽ നിന്ന് കിട്ടും. അതിനാണ് നമ്മൾ HbA1c അല്ലെങ്കിൽ ഗ്ലൈക്കോസിലേറ്റഡ് ഹീമോഗ്ലോബിൻ എന്ന് നമ്മൾ അറിയപ്പെടുന്ന പരിശോധന. ആ പരിശോധന 6.5 അതിൽ കൂടുകയോ ചെയ്താൽ നമുക്ക് ആ വ്യക്തിയെ പ്രമേഹ രോഗിയെ നിർവചിക്കാം. അപ്പം നമുക്ക് വെറും വയറ്റിൽ 126 അതിൽ കൂടുകയോ ആഹാരം കഴിച്ച് 2 മണിക്കൂറാകുമ്പോൾ 200 അതിൽ കൂടുകയോ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ കഴിഞ്ഞ 3 മാസത്തെ രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ ശരാശരി പരിശോധനയായ HbA1c 6.5 അതിൽ കൂടുകയോ ചെയ്താൽ ആ വ്യക്തിയെ നമുക്ക് പ്രമേഹ രോഗിയെ നിർവചിക്കാം. ഓക്കെ. അപ്പോൾ വ്യായാമത്തെക്കുറിച്ച് അതിൻ്റെ പ്രാധാന്യം, ഒരു പ്രമേഹ രോഗി എത്രമാത്രം പ്രാധാന്യം കൊടുക്കണം വ്യായാമത്തിന്? നിർബന്ധമായും. കാരണം നല്ലൊരു ചോദ്യമാണ്. കാരണം നമുക്ക് ഒരു പ്രമേഹ രോഗി, നമുക്ക് വ്യായാമത്തിൻ്റെ പ്രാധാന്യം നമുക്ക് പറഞ്ഞു തുടങ്ങുകയാണെങ്കിൽ ഒരു പ്രമേഹ രോഗിക്ക് മാത്രമല്ല, ഇപ്പം ഞാനും താങ്കളും ഉൾപ്പെടുന്ന എല്ലാ വ്യക്തികൾക്കും വ്യായാമം വളരെ അത്യാവശ്യമാണ്. നമ്മുടെ ആരോഗ്യം നിലനിർത്തുവാൻ, നമ്മുടെ ശരീരത്തിൻ്റെ ശരീരത്തിൻ്റെ എല്ലാ സിസ്റ്റംസും എല്ലാ ഫങ്ഷൻസും അതുപോലെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ വ്യായാമത്തിന് ഒരുപാട് അതിൻ്റേതായിട്ട് റോളുണ്ട്. നമുക്ക് ഒരുപാട് പഠനങ്ങൾ അതിനെപ്പറ്റിയുണ്ട്. പക്ഷേ വ്യായാമം പ്രമേഹ രോഗത്തിൽ അല്ലെങ്കിൽ പ്രമേഹ രോഗ ചികിത്സയിൽ എത്ര കണ്ട് പ്രാധാന്യം അർഹിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ചർച്ച. നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ വ്യായാമത്തിലോട്ട് വരുന്നതിന് മുമ്പ് അതിനു മുമ്പ് പ്രമേഹം എന്താണെന്ന് ജസ്റ്റ് നമ്മളിപ്പോൾ പ്രമേഹത്തിൻ്റെ നിർവചനം പറഞ്ഞുവെങ്കിലും പ്രമേഹം എന്ന് പറയുന്നത് സാധാരണഗതിയിൽ ഒരു ജീവിതശൈലി ജന്യ രോഗമാണ്. അതായത് ജീവിതത്തിൻ്റെ ശൈലിയിൽ വരുന്ന വ്യതിയാനങ്ങളെയാണ് നമ്മൾ ജീവിതത്തിൻ്റെ ശൈലിയിൽ വരുന്ന വ്യതിയാനങ്ങളിൽ തിരുത്തൽ വരുമ്പോഴാണ് നമുക്ക് പ്രമേഹം, രക്തസമ്മർദ്ദം പോലുള്ള ജീവിതശൈലി രോഗങ്ങൾ വരുന്നത്. അപ്പോൾ അതിൻ്റെ ചികിത്സയുടെ അല്ലെങ്കിൽ അത് നിയന്ത്രിച്ച് നിർത്തുവാനുള്ള പ്രധാന ഘടകങ്ങളിലൊന്ന് ആ ശൈലിയിൽ വരുന്ന വ്യതിയാനങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി അതിനെ തിരുത്തുക എന്നുള്ളതാണ്. അപ്പോൾ സാധാരണഗതിയിൽ ഒരു പ്രമേഹമോ അല്ലെങ്കിൽ രക്തസമ്മർദ്ദമുള്ളൊരു രോഗിയുടെ ഈ വ്യതിയാനങ്ങളിൽ പ്രധാനമായിട്ടും വരുന്ന ഒന്ന് അലസമായിട്ടുള്ള ജീവിത രീതി എന്ന് പറഞ്ഞാൽ പിന്നെ യാതൊരു രീതിയിലുള്ള ആക്റ്റീവ്നെസ് ഇല്ലാതെ മടി പിടിച്ച വ്യായാമം പോലുള്ള നമ്മുടെ ശരീരത്തിന് എനർജി ലെവൽ കിട്ടുന്ന രീതിയിലുള്ള വ്യായാമം പോലുള്ള യാതൊരു രീതിയിലുള്ള ആക്ടിവിറ്റീസും ഇല്ലാതെ കൊണ്ടുപോകുന്ന ഒരു ജീവിത രീതി, അതാണ് പ്രധാനം. തുടർന്ന് നമ്മുടെ ഭക്ഷണ ക്രമീകരണം, നമുക്ക് ഒട്ടും പ്രാക്ടിക്കൽ അല്ലാത്ത ഭക്ഷണം കഴിച്ചു കൊണ്ടുപോവുക, അല്ലെങ്കിൽ സ്ട്രെസ്സോ ടെൻഷനോ അനവസരത്തിലുള്ള സ്ട്രെസ്സും ടെൻഷനും, ഉറക്കമില്ലായ്മ, പുകവലി, മദ്യപാനം പോലുള്ള ഇത്തരം ശീലങ്ങൾ, ഇതെല്ലാം നമുക്കിതിനകത്തോട്ട് കൊണ്ടുവരാം. പക്ഷേ ഇതിൽ ഞാൻ ആദ്യം പറഞ്ഞ അലസമായ ജീവിത രീതി അല്ലെങ്കിൽ വ്യായാമരഹിതമായിട്ടുള്ളൊരു ജീവിത രീതി, അത് ഈ പ്രമേഹം, രക്തസമ്മർദ്ദം പോലുള്ള ജീവിതശൈലി രോഗങ്ങൾ ഉണ്ടാകാനോ ഉള്ളവർക്ക് ഇത് നിയന്ത്രിച്ച് നിർത്തുവാനോ കഴിയാതിരിക്കാനുള്ള പ്രധാനപ്പെട്ട ഘടകങ്ങളിലൊന്നാണ്. അതുകൊണ്ട് തന്നെ ഈ അലസമായ ജീവിത രീതി മാറ്റി ഒരു ചിട്ടയായിട്ടുള്ള ജീവിത രീതിയോടൊപ്പം ദിവസേനയുള്ള വ്യായാമം ചെയ്താൽ മാത്രമേ ഒരു പ്രമേഹ രോഗിയുടെ ആ രോഗാവസ്ഥ അല്ലെങ്കിൽ ആ രോഗ ചികിത്സ പൂർണ്ണമായിട്ടും വിജയിക്കുകയുള്ളൂ. നമുക്കറിയാം, എന്തായാലും ഒരു രോഗമാണെങ്കിൽ അതിനൊരു പ്രതിവിധിയിലൊന്നാണ് ഔഷധങ്ങൾ. നമുക്ക് നിർബന്ധമായിട്ട് ഔഷധങ്ങൾ കഴിച്ചേ മതിയാവും. പക്ഷേ
പ്രമേഹം രക്തസമ്മർദ്ദം പോലുള്ള രോഗങ്ങളിൽ ഔഷധങ്ങൾ മാത്രം കഴിച്ചുകൊണ്ട് ഒരിക്കലും അത് 100% നമുക്ക് വിജയത്തിലെത്തിച്ചേർക്കാൻ കഴിയില്ല. ഞാനൊരു ഉദാഹരണം പറഞ്ഞാൽ നമുക്കൊരു ന്യൂമോണിയ പോലുള്ള രോഗം, അതിന് പ്രധാനമായിട്ടുമുള്ള ഘടകം എന്ന് പറയുന്നത് ന്യൂമോണിയ പിടിപെട്ടു എങ്കിൽ ആ ന്യൂമോണിയ പരത്തുന്ന അല്ലെങ്കിൽ കൊണ്ടുവന്ന ബാക്ടീരിയ നശിപ്പിക്കുവാനുള്ള ആൻറ്റിബയോട്ടിക്സിനാണ് അവിടെ പ്രധാനം. അപ്പോൾ അത് നമ്മൾ കഴിക്കുക. പിന്നെ ഈ നമ്മുടെ ജീവിത രീതിയിലൊക്കെ ഒരുപാട് നമ്മൾ മാറ്റം വരുത്തേണ്ടതായിട്ടുണ്ട്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം അവിടെ ഔഷധമാണ്. പക്ഷേ പ്രമേഹം രക്തസമ്മർദ്ദം പോലുള്ള ജീവിതശൈലി രോഗങ്ങളിൽ ഔഷധങ്ങളോടൊപ്പം തന്നെ തത്തുല്യമായ സ്ഥാനം, ലൈഫ് ലോങ് ഉള്ള ഒരു ഡിസീസാണ്. അതെ, ക്രോണിക് ഡിസീസാണ്. ലൈഫ് ലോങ് ഔഷധങ്ങളോടൊപ്പം നമുക്ക് പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് നമ്മുടെ ഇത് ജീവിതശൈലിയിൽ നമ്മൾ കൊണ്ടുവരേണ്ട ക്രമീകരണം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് വ്യായാമമാണ്. അതോടൊപ്പം പ്രാധാന്യം അർഹിക്കുന്നതാണ് ഭക്ഷണ ക്രമീകരണം. അപ്പോൾ ഇത് നമ്മൾ രണ്ടും ഒരുപോലെ കൊണ്ടുപോകണം. അതിൽ 1% നമുക്ക് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നമ്മളെപ്പോഴും വ്യായാമവും നമ്മുടെ ജീവിത രീതിയിൽ നമ്മൾ അൺനെസസറി ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ ഒരു ചിട്ടയായിട്ടുള്ള ജീവിത രീതി കൊണ്ടുപോകണം എന്നുള്ളതാണ്. അപ്പോൾ ഒരു വ്യായാമം ചെയ്യുമ്പോൾ എത്ര നേരം ചെയ്യണം, അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള വ്യായാമമാണ് ഒരു പ്രമേഹ രോഗി ചെയ്യേണ്ടത്? ഓക്കെ, ഒരു പക്ഷേ നല്ലൊരു ചോദ്യമാണ്. പക്ഷേ ഇതിൻ്റെ ഉത്തരം നമ്മൾ പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പോൾ ഒരുപാട് പ്രേക്ഷകർ കാണുന്നുണ്ടായിരിക്കും. 60-70 വയസ്സുള്ളവർ കാണുന്നുണ്ട്, 30-35 വയസ്സുള്ളവർ കാണുന്നുണ്ട്, ഈ ഹാർട്ട് അറ്റാക്കും സ്ട്രോക്കും കഴിഞ്ഞവർ കാണുന്നുണ്ട്, വളരെ ഫിറ്റായിട്ടുള്ള ബോഡി ഉള്ളവർ കാണുന്നുണ്ട്. അപ്പം നമുക്ക് എല്ലാവർക്കും ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരൊറ്റ ഉത്തരം നമുക്ക് ഈ ചോദ്യത്തിനായിട്ട് പറയുവാൻ കഴിയില്ല. ഞാൻ പറയാം, ഉദാഹരണത്തിന് 30-35 വയസ്സുള്ള മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല, പ്രമേഹമുണ്ട്, പ്രമേഹം ആരംഭിച്ചിട്ടേ ഉള്ളൂ, പ്രമേഹം കാരണം മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല, ആ വ്യക്തിക്ക് വേണമെങ്കിൽ ജിമ്മിൽ പോയുള്ള നമ്മൾ ജിമ്മ് പോലുള്ള സ്ഥലങ്ങളിൽ പോയി വ്യായാമം ചെയ്യാം. ആ വ്യക്തിക്ക് വേണമെങ്കിൽ ആ വ്യക്തിക്ക് ആ ശരീരത്തിന് അനുസൃതമായി അദ്ദേഹത്തിന് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ അരമണിക്കൂറോ 1 മണിക്കൂറോ വ്യായാമം ചെയ്യാം. പക്ഷേ അതുപോലെ അല്ല 60-70 വയസ്സുള്ള ഒരു വ്യക്തി, പ്രമേഹം വന്ന് 20-25 വർഷമായി, ഹൃദയത്തിന് ചെറിയ പ്രശ്നങ്ങളുണ്ട്, വൃക്കകൾക്ക് പ്രശ്നമുണ്ട്, ആ വ്യക്തിക്ക് ഒരിക്കലും ജിമ്മിൽ പോയി ചെയ്യുവാനോ ഈ അരമണിക്കൂറോ 1 മണിക്കൂറോ കണ്ടിന്യൂസ് ആയിട്ടോ ചെയ്യാനോ കഴിയില്ല. അപ്പോൾ നമ്മുടെ ഒരു വ്യായാമം അത് പറയുന്നതിന് മുമ്പ് നമുക്കറിയാം, നമ്മളിപ്പോൾ ഒരു രോഗി ഒരു ഡോക്ടറെ കാണുന്നു, ഇപ്പോൾ താങ്കളൊരു ഡോക്ടറെ കാണുന്നു, ഒരു അസുഖമായിട്ട് പോകുന്നു, അവിടെ ഒരു പ്രിസ്ക്രിപ്ഷൻ കാണും. അതായത് ഈ മരുന്ന് ഇത്ര സമയം കഴിക്കണം, എപ്പോൾ കഴിക്കണം, എത്ര ദിവസം കഴിക്കണം, ആഹാരത്തിന് മുമ്പാണ്, അങ്ങനെ ഒരു പ്രിസ്ക്രിപ്ഷൻ ഫോമാറ്റിൽ ഡോക്ടർ തരും. ഇതേപോലെ ഒരു എക്സർസൈസ് പ്രിസ്ക്രിപ്ഷൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഗ്ലോബലി ഉണ്ട് ഇപ്പോൾ. അതായത് ഇപ്പോൾ യൂറോപ്പിലും നമ്മൾ അമേരിക്ക പോലുള്ള രാജ്യങ്ങളിൽ, വികസിത രാജ്യങ്ങളിൽ അതിപ്പോൾ ഒരു നിർബന്ധമായിട്ടും തുടർന്നു പോകുന്നൊരു ശീലമാണ്. നമുക്കിവിടെ ഉണ്ടെങ്കിൽ തന്നെയും അതിന് അത്ര കണ്ട് ഒരു പ്രാധാന്യം നമ്മുടെ ഇടയിൽ വന്നിട്ടില്ല, സമൂഹത്തിൽ വന്നിട്ടില്ല. അതായത് ഡോക്ടർ ഇപ്പോൾ രോഗിയോട് എക്സസൈസ് വ്യായാമം ചെയ്യണമെന്ന് പറയുമ്പോൾ വ്യായാമം ഇത്ര മിനിറ്റ് ചെയ്യൂ, ഇങ്ങനെ ചെയ്യൂ എന്നുള്ള അതിനേക്കാൾ അപ്പുറം ഒരു പ്രിസ്ക്രിപ്ഷനായിട്ട് എല്ലാ സ്ഥലത്തും അങ്ങനെ കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടുന്നില്ല. പക്ഷേ നിർബന്ധമായിട്ടും വ്യായാമം എന്ന് പറയുന്ന നമ്മുടെ ചികിത്സയുടെ ഭാഗമായിട്ടുള്ളതാണ്. അതിന് ഇത്തരം ഒരു നമ്മുടെ ഓരോ നിർദ്ദേശങ്ങൾ 1, 2, 3 എന്നുള്ള നിർദ്ദേശങ്ങൾ നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. ആ നിർദ്ദേശങ്ങൾ കൊടുക്കേണ്ടത് ആ വ്യക്തിയുടെ ഒരുപാട് പാരാമീറ്റേഴ്സ് നോക്കിയാണ്. നമ്മളിപ്പോൾ ഔഷധങ്ങൾ എഴുതുന്നതിന് മുമ്പ് ആ വ്യക്തിയുടെ ഹിസ്റ്ററി എടുക്കാറുണ്ട്, നമ്മൾ പരിശോധിക്കാറുണ്ട്, ലാബ് ടെസ്റ്റുകൾ ചെയ്യാറുണ്ട്. അതെല്ലാം ചെയ്തിട്ട് നമ്മൾ കൊടുക്കുന്നത് പോലെ ഒരു വ്യക്തിയുടെ പല പരിശോധനകളും വ്യക്തിയുടെ ഹിസ്റ്ററിയും ഫിസിക്കൽ എക്സാമിനേഷനൊക്കെ നോക്കിയിട്ട് അതനുസരിച്ചായിരിക്കണം ഒരു വ്യക്തി എത്ര സമയം ഏത് വ്യായാമമെന്ന് നമുക്ക് പറയേണ്ടത്. പക്ഷേ എന്നാൽ പോലും നമ്മൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമുക്ക് പറയത്തക്ക രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു വ്യക്തി വ്യായാമം ചെയ്യേണ്ടത് ഏറ്റവും ചുരുങ്ങിയ പല ഗ്ലോബൽ റെക്കമെൻഡേഷനും വരുന്നത് ദിവസേന അരമണിക്കൂറെങ്കിലും നിർബന്ധമായിട്ടും വ്യായാമം ചെയ്യുക. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ആഴ്ചയിൽ 5 ദിവസമെങ്കിലും നിർബന്ധമായിട്ടും ചെയ്താൽ മാത്രമേ നമുക്കതുകൊണ്ടുള്ള പ്രയോജനമുണ്ടാകൂ. 5 ദിവസം കഴിഞ്ഞാൽ 2 ദിവസം അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ, എന്ന് പറഞ്ഞാൽ നിർബന്ധമായിട്ട് 5 ദിവസം ചെയ്താൽ 2 ദിവസം അതിൽ നിന്ന് ഒഴിവാകണമെന്നല്ല, പക്ഷേ ദിവസേന ഏറ്റവും ചുരുങ്ങിയത് അരമണിക്കൂറെങ്കിലും ആഴ്ചയിൽ 5 ദിവസം ചെയ്താലേ നമുക്കൊരു പ്രമേഹ രോഗിക്ക് അതുകൊണ്ടുള്ള ബെനിഫിറ്റ്സ്, പ്രയോജനം കിട്ടിത്തുടങ്ങുകയുള്ളൂ. ഡോക്ടർ, അതിലേക്ക് വരാം. നമുക്കൊരു കോൾ ഉണ്ട്. കെയറിംഗ് ഹാൻഡ്സിലേക്ക് സ്വാഗതം. ഹലോ, പേര് പറയാമോ? ഹലോ, ആരാ സംസാരിക്കുന്നത്? ഉറക്കെ സംസാരിക്കാമോ? ജയൻ. ഓക്കെ, എവിടെ നിന്ന് വിളിക്കുന്നു? അഞ്ചേരി. ഓക്കെ, ഡോക്ടറോട് സംസാരിച്ചോളൂ. ചോദിക്കൂ സാർ, ചോദിക്കൂ. സാർ. പറഞ്ഞോളൂ, സംസാരിച്ചോളൂ, ഡോക്ടർ കേൾക്കുന്നുണ്ട്. ഓക്കെ.
വേപ്പം നമുക്ക് തോന്നണം, വേപ്പം വേണമല്ലോ. ആ എനിക്ക് ക്ലാരിറ്റി വരുന്നില്ലല്ലോ ഉറക്കെ സംസാരിക്കാമോ? സാർ. എനിക്ക് പറയുന്നത് ക്ലിയർ ആകുന്നില്ല സാർ. നമുക്ക് വിഷയത്തിലേക്ക് പോവാം. ഓക്കെ എനിക്ക് ഫൈൻ. അപ്പോൾ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏത് വ്യായാമമാണ് എത്ര സമയം. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഒരു വ്യക്തി ഏറ്റവും ചുരുങ്ങിയ പക്ഷം ദിവസേന 30 മിനിറ്റെങ്കിലും ആഴ്ചയിൽ 5 ദിവസമെങ്കിലും വ്യായാമം ചെയ്യണം. ഇതിനർത്ഥം നമ്മൾ അലാറം വെച്ച് 30 മിനിറ്റ് ആകുമ്പോൾ നിർത്തണമെന്നോ അല്ലെങ്കിൽ 29 മിനിറ്റ് കഴിഞ്ഞാൽ നിർബന്ധമായിട്ട് 1 മിനിറ്റും കൂടി ചെയ്യണമെന്നോ ഉള്ളതല്ല. നമുക്കൊരു റഫായിട്ട് നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ. പക്ഷേ അതൊരു വ്യക്തിയെ സംബന്ധിച്ച്, ഞാൻ പറഞ്ഞൊരു 30-35 വയസ്സുള്ള വ്യക്തിയെ സംബന്ധിച്ച് 30 എന്നുള്ള 45 മിനിറ്റോ 1 മണിക്കൂറായാലും കുഴപ്പമില്ല. ഇപ്പോൾ 70-65 വയസ്സുള്ള ഒരുപാട് പ്രശ്നങ്ങളുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ച് 15 മിനിറ്റോ 20 മിനിറ്റോ ആയാലും പ്രശ്നമില്ല. പക്ഷേ എത്ര സമയം എങ്ങനെ വ്യായാമം ചെയ്യണമെന്ന് നിർദ്ദേശിക്കുന്നതോ നിഷ്കർഷിക്കേണ്ടതോ ആ വ്യക്തിയെ ചികിത്സിക്കുന്ന ഡോക്ടറോ അദ്ദേഹത്തിൻ്റെ ഫിസിയോതെറാപ്പിസ്റ്റോ പോലോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഡയബറ്റിസ് എഡ്യൂക്കേറ്ററോ. നമ്മൾ പ്രമേഹ രോഗ ചികിത്സ ഒരു ടീമായിട്ടാണ്, ഓരോ തരത്തിലാണ്, നമ്മൾ ടീമായിട്ടാണ്. അപ്പോൾ ഡോക്ടർ ഇപ്പോൾ ഒരു എക്സസൈസ് ചെയ്യാനായിട്ട് ഡോക്ടറെ തന്നെ കണ്ട് ചെയ്യണമെന്ന് ചോദിക്കണമെന്നില്ല. അദ്ദേഹത്തിൻ്റെ ഡയബറ്റിസ് എഡ്യൂക്കേറ്ററും ഡയറ്റീഷ്യനും ഫിസിയോതെറാപ്പി എല്ലാവർക്കും, ഒരു ട്രെയിനറും എല്ലാവർക്കും ഇതിൽ പങ്കാളിയാവാം. 1. 2, ഏത് രീതിയിലുള്ള വ്യായാമം എന്നുള്ള ചോദ്യമുണ്ടല്ലോ. അപ്പം നമുക്ക് അതും ഞാൻ പറയാം. ഓരോ വ്യക്തികൾക്കും ഇപ്പം നമുക്ക് ഒരു നീന്താൻ 30-25 വയസ്സുള്ള ഒരാളോട് നീന്താൻ പറയുന്നത് പോലെ എളുപ്പമായിരിക്കില്ല 70-75 വയസ്സുള്ള ഒരു വ്യക്തിയോട് പറയുന്നത്. അപ്പോൾ ആ വ്യക്തിക്ക് അനുയോജ്യമായിട്ടുള്ള വ്യായാമം, അതിൽ ഒരു വ്യക്തിക്ക് ജിമ്മിൽ പോയി ചെയ്യുവാനാണെങ്കിൽ അത് ചെയ്യാം, അത് ചെയ്യാൻ കഴിയില്ല, മറ്റ് വ്യായാമ മുറകളാണെങ്കിൽ ചെയ്യാം. പക്ഷേ ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തി ചെയ്യേണ്ട ഏറ്റവും മിനിമം വ്യായാമം എന്ന് പറയുന്നത് ദിവസേനയുള്ള ഈ പറഞ്ഞ അരമണിക്കൂറുള്ള വേഗത്തിലുള്ള നടത്തം. അത് തന്നെ. അതിന് ഞാൻ ഒന്നുകൂടി മനസ്സിലാക്കി പറയാം. നമുക്ക് പല രീതിയിലുള്ള വ്യായാമ മുറകളുണ്ട്, എയറോബിക്, അനൈറോബിക്. അതിലോട്ടൊന്നും ഞാൻ പോകുന്നില്ല. പക്ഷെ നമുക്ക് എയറോബിക് എക്സസൈസ് എന്ന് പറയുന്ന ഒരേ രീതിയിലുള്ള മൂവ്മെൻറ്റ്സ് കണ്ടിന്യൂസ് ആയിട്ട് റിതമിക്കായിട്ട് വരുന്നതാണ്. നമ്മൾ അതിന് മനസ്സിലാകുന്ന രീതിയിൽ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഉദാഹരണത്തിന് വേഗത്തിലുള്ള നടത്തം, അല്ലെ പതുക്കെയുള്ള ഓട്ടം, ജോഗിങ്, അല്ലെങ്കിൽ സ്കിപ്പിംഗ്, കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ സ്കിപ്പിംഗ് ചെയ്യുക, അല്ലെങ്കിൽ നീന്തൽ, സ്വിമ്മിങ്, അല്ലെങ്കിൽ സൈക്ലിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു സൈക്കിൾ വാങ്ങിച്ച് നമ്മളിങ്ങനെ റോഡിൽ കൂടി ചവിട്ടി നടന്ന് അവിടെ ആക്സിഡൻറ്റ് അങ്ങനെയൊന്നും വേണ്ട. നമുക്ക് ഫിക്സ് ചെയ്ത് വെച്ച് ചവിട്ടാൻ കഴിയുന്ന സൈക്കിൾ നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ ഇതുപോലുള്ള നടത്തം, വളരെ വേഗത്തിലുള്ള നടത്തം, അല്ലെങ്കിൽ ചെറിയ വേഗത്തിലുള്ള ഓട്ടം, സ്വിമ്മിങ്, നീന്തൽ, സ്കിപ്പിംഗ്, സൈക്ലിംഗ്, ഇതെല്ലാം ഒരു വ്യക്തിയെ സംബന്ധിച്ച്, പ്രമേഹ രോഗിയെ സംബന്ധിച്ച് ഏറ്റവും ബുദ്ധിമുട്ടില്ലാതെ ചെയ്യാൻ കഴിയുന്നതും എന്നാൽ ശരീരത്തിന് ഒരുപാട് പ്രയോജനം ചെയ്യുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു വ്യക്തി നമുക്ക് ഏത് വ്യായാമം എത്ര മിനിറ്റ് എന്ന് ചെയ്യേണ്ടത് ആ വ്യക്തിയെ ചികിത്സിക്കുന്ന പ്രമേഹ രോഗത്തിൻ്റെ ഒരു ടീമുണ്ട്, ടീം ഓഫ് ഡോക്ടറും എഡ്യൂക്കേറ്ററും. അവരെല്ലാവരും കൂടി ചേർന്നല്ല, അവരിൽ ഒരാളുടെ നിർദ്ദേശാനുസരണം അദ്ദേഹത്തിൻ്റെ ശരീരഘടനയും അദ്ദേഹത്തിൻ്റെ പ്രശ്നങ്ങളും എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ഓരോ വ്യക്തിക്ക് അനുസരിച്ച് അനുയോജ്യമായിട്ട് വേണം നമ്മളത് മാറ്റുവാൻ. ഡോക്ടർ, നമുക്കൊരു കോൾ ഉണ്ട്. ഓക്കെ. കെയറിംഗ് ഹാൻഡ്സിലേക്ക് സ്വാഗതം. പേര് പറയാമോ? ഹലോ, പേര് പറയാമോ? മൈ നെയിം ഈസ് ചന്ദ്രശേഖർ. ഓക്കെ, എവിടെ നിന്ന് വിളിക്കുന്നു? ഞാൻ വിളിക്കുന്നത് മലപ്പുറം മഞ്ചേരി. ആയിക്കോട്ടെ, ഡോക്ടറോട് ചോദിച്ചോളൂ. ചോദിക്കൂ സാർ. ഡോക്ടർ, ഗുഡ് ആഫ്റ്റർനൂൺ. യെസ്, ഗുഡ് ആഫ്റ്റർനൂൺ. ചോദിക്കൂ സാർ. ഓക്കെ, ഞാനൊരു ചെറിയൊരു ഡയബറ്റിക് പേഷ്യൻ്റ് ആണ്. ദാറ്റ് മീൻസ് ഇറ്റ്സ് നോട്ട് എ ഡയബറ്റിക്, ബട്ട് വയസ്സ് വന്നിട്ട് 57 ആണ് വയസ്സ്. ഓക്കെ, ബട്ട് ഷുഗർ അബ്നോർമൽ ആയിരിക്കും, ചിലപ്പോൾ 120, 140 വരും. ഓക്കെ, അതില്ലേ. അപ്പോൾ ഞാൻ റെഗുലർ എക്സസൈസ് എല്ലാം ചെയ്യുന്നുണ്ട്. ഓക്കെ, ദാറ്റ് മീൻസ് അറൌണ്ട് 45 minutes to 1 hour ഡെയിലി. ഓക്കെ. ആൻഡ് ഫുഡ് അത്യാവശ്യം കൺട്രോൾഡ് ആണ്. ബട്ട് സംടൈംസ് ഇത് വേവ് ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ 110 വരും, ചിലപ്പോൾ 140 വരുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഇതെന്താ കാരണം? സാറിൻ്റെ ഫാമിലിയിൽ ഡയബറ്റീസ് ട്രെൻഡ് ഉള്ള ആളാണ്? ഹലോ. ഉണ്ടായിരുന്നു, അച്ഛനും അമ്മയ്ക്ക് ഉണ്ടായിരുന്നു. ഓക്കെ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഹെറിഡിറ്റി ആയിരിക്കും. ഓക്കെ. സാറിന് എന്തെങ്കിലും രീതിയിലുള്ള മെഡിക്കേഷൻസ് എടുക്കുന്നുണ്ടോ ഡയബറ്റീസിനുള്ള? ഞാൻ ടാബ്ലറ്റ്സ് കഴിക്കുന്നുണ്ട്. ദാറ്റ് മീൻസ് ഗ്ലൈക്കോമേറ്റ് GP1 കഴിക്കുന്നുണ്ട്. ദാറ്റ് മീൻസ് ഡെയിലി രാവിലെ 1, വൈകിട്ട് 1/2. ഓക്കെ. ഇതല്ലാതെ മറ്റെന്തെങ്കിലും പ്രശ്നത്തിന്, ഉദാഹരണത്തിന് ബ്ലഡ് പ്രഷറിനോ ലൈപ്പിഡ്സിനോ? ഒന്നുമില്ല, എനിക്ക് വേറെ ഒരു കംപ്ലൈന്റ്സ് ഒന്നുമില്ല. ഓൺലി ഐ ഹാവ് സം ഡിഫിക്കൽട്ടീസ് വിത്ത് ഈ ഷുഗറിന്റെ ഒരു ഡയബറ്റിക്കിന്റെ ഒരു ചെറിയൊരു ഡിഫിക്കൽട്ടീസ് ഉള്ളൂ. ഓക്കെ. സാറിന്റെ മാക്സിമം ബ്ലഡ് ഷുഗർ എത്ര വന്നിട്ടുണ്ട്? ബ്ലഡ് എങ്ങനെ? അല്ല, മാക്സിമം ബ്ലഡ് ഷുഗർ എത്ര വന്നിട്ടുണ്ട് ഇതുവരെ റെക്കോർഡ് ചെയ്തിട്ടില്ല?
അല്ല പ്രോബബ്ലി സാറിൻ്റെ ഷുഗർ എപ്പോഴെങ്കിലും ഒരു 250 300 ക്രോസ് ചെയ്തിട്ടുണ്ടോ? അത് ഒരിക്കൽ വന്നിരുന്നു. ഞാൻ ഒരു സമയത്ത് സിക്കായിട്ടുണ്ടായിരുന്നു, ഒരു 2 years ബാക്ക്. ആ സമയത്ത് എനിക്ക് ഷുഗർ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ സാർ, സാറിൻ്റെ നമ്മുടെ ചോദ്യത്തിലോട്ട് വരാം. 57 വയസ്സുണ്ട്, അങ്ങക്ക് ബ്ലഡ് ഷുഗറിൻ്റെ അസുഖം മാത്രമേ ആസ് ഓഫ് നൗ ഉള്ളൂ. വളരെ ഫിസിക്കലി ഫിറ്റായിട്ട് എക്സസൈസ് ചെയ്യുന്നുണ്ട്, ഡയറ്റ് നോക്കുന്നുണ്ട്, ഗ്ലൈക്കോമെറ്റ് GP1 രാവിലെ ഒന്നും രാത്രി പകുതിയും കഴിക്കുന്നുണ്ട്. അങ്ങേക്ക് ബ്ലഡ് ഷുഗറൊക്കെ എറൗണ്ട് നോർമലാണ്. പക്ഷെ ആകെ വരുന്ന പ്രശ്നം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഫ്ലക്ച്വേറ്റ് ചെയ്യുന്നു. എന്താണെന്നുള്ളതാണ്. സാർ, ഇതിനകത്ത് നമുക്ക് പറയാനാണെങ്കിൽ ഒരുപാട് റീസൺസ് ഉണ്ട്. എന്നാലും നമുക്ക് ഏറ്റവും ചുരുങ്ങിയ രീതിയിൽ ഞാൻ പറയാം. സാധാരണഗതിയിൽ മെജോറിറ്റി ഓഫ് ആൾക്കാരുടെ ഒരു പ്രമേഹ രോഗത്തിൻ്റെ ഒരു പ്രോട്ടോകോൾ അല്ലെങ്കിൽ പ്രമേഹ രോഗം മുന്നോട്ട് പോകുന്നത് ഈ രീതിയിലാണ്. അതായത് ഇന്ന് രാവിലെ ഒന്നായിരിക്കാം, ഉച്ചയ്ക്ക് നോക്കുമ്പോൾ ഒന്നായിരിക്കാം, രാത്രി ഒന്നായിരിക്കാം, അർദ്ധരാത്രി നോക്കുമ്പോൾ വേറൊരു ലെവലിലായിരിക്കാം. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഈ ബ്ലഡ് ഷുഗറിൽ ഞാൻ അതിൻ്റെ പത്തോഫിസിയോളിലോട്ടൊന്നും പോകുന്നില്ല, അതിൻ്റെ സമയക്കുറവ് കാരണം ഈ ബ്ലഡ് ഷുഗർ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഉദാഹരണത്തിന്, ഒന്ന്, നമ്മൾ കഴിക്കുന്ന ആഹാരം. രണ്ട്, നമ്മളിപ്പോൾ എക്സസൈസ് ചെയ്യുന്ന ഏത് എക്സസൈസ് ചെയ്യുന്നു അല്ലെങ്കിൽ എത്ര നേരം ചെയ്യുന്നു, നമുക്ക് ഡെയിലി ഒരുപോലെ ആയിരിക്കില്ല ചെയ്യുന്നത്. മൂന്ന്, നമ്മുടെ സ്ട്രെസ്സ്, നമ്മുടെ മൈൻഡിൽ വരുന്ന അറിയാതെ വരുന്ന സ്ട്രെസ്സോ ടെൻഷനോ. നാല്, നമ്മൾ ഉറങ്ങിക്കഴിഞ്ഞിട്ടാണോ, ഉറക്കത്തിനിടയ്ക്കാണോ, ഉറങ്ങുന്നതിന് മുമ്പാണോ, അങ്ങനെ ഒരുപാട് പാരാമീറ്റേഴ്സിനെ ഇതിനെല്ലാം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടായിരിക്കാം. അപ്പോൾ സാധാരണഗതിയിൽ നമ്മളൊരു ഗ്രോസ് വേരിയേഷൻ, ഇപ്പോൾ ഇന്ന് രാവിലെ 400-ഉം വൈകിട്ട് 400-ഓ 450 അങ്ങനെ വരുന്നതിനെ നമ്മൾ വേറൊരു കാറ്റഗറിയിൽ കൊണ്ടുവരും. അതല്ല ഇപ്പോൾ സാറിന് സംഭവിക്കുന്ന സാധാരണഗതിയിൽ ഒരു പ്രമേഹ രോഗിക്ക് സംഭവിക്കാൻ സാധ്യതയുള്ള വളരെ നാച്ചുറലായിട്ടുള്ളൊരു കാര്യമാണ് ഈ പറയുന്നൊരു മൈനർ വേരിയേഷൻ. 110, 130, 150, 160 ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ആകുക എന്ന് പറയുന്ന ഒരു പ്രമേഹ രോഗ ചികിത്സയിൽ സാധാരണ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അതൊരു പത്തോളജിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വലിയൊരു പ്രശ്നം വരുന്നില്ല. ആകെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ കുറഞ്ഞു വരുന്ന സമയത്ത് തീരെ കുറയാതിരിക്കുക എന്നുള്ളതും കൂടി വരുന്ന സമയത്ത് തീരെ കൂടി പോകാതിരിക്കുക എന്നുള്ളതും. ഒന്ന്, സാറിൻ്റെ ചോദ്യം ഞാൻ അഡ്രസ്സ് ചെയ്തെങ്കിലും അതിനകത്ത് എനിക്ക് അഡീഷൻ ചെയ്ത് തരേണ്ട ഒരു കാര്യം, അങ്ങേക്ക് 57 വയസ്സുണ്ട്, ഡയബറ്റിസ് ഉണ്ട്, അങ്ങ് ആകെ ഇപ്പോൾ ഗ്ലൈക്കോമെറ്റ് GP1 മാത്രമേ കഴിക്കുന്നു എന്ന് പറയുന്നത് ഓക്കെ, പെർഫെക്റ്റ് ആണ്, ബാക്കിയെല്ലാം കൺട്രോൾഡാണ്. പക്ഷേ എന്നാൽ പോലും ഒരു പ്രമേഹ രോഗ ചികിത്സയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങൾ കൂടെ ഉണ്ട്. നമ്മൾ ഈ പ്രമേഹ രോഗത്തിൽ ഈ ബ്ലഡ് ഗ്ലൂക്കോസിൻ്റെ അളവ് നിയന്ത്രിച്ച് നിർത്തുന്നതുമെല്ലാം അതൊന്ന് നമുക്ക് അത് കൺട്രോൾ ചെയ്ത് വരുന്നത് കണ്ടുള്ള അത് കാണുമ്പോൾ നമുക്ക് വരേണ്ട ഒരു സന്തോഷം കൊണ്ട് മാത്രമല്ല, മറിച്ച് ഭാവിയിൽ ഡയബറ്റിസ് കൊണ്ടുണ്ടാവാൻ സാധ്യതയുള്ള ഹാർട്ട് അറ്റാക്കും സ്ട്രോക്കും കിഡ്നി ഫെയിലറും ഒക്കെ പ്രിവെൻറ്റ് ചെയ്യാനുമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സാറിന് അറ്റ്ലീസ്റ്റ് സാർ ഇപ്പോൾ ഗ്ലൈക്കോമെറ്റ് GP1 പെർഫെക്റ്റ് ആണ്, ഗ്ലിമിപ്രൈഡും മെറ്റ്ഫോമിനും കഴിക്കുന്നുണ്ട്. അതിൽ തന്നെ മെറ്റ്ഫോമിൻ എനിക്ക് തോന്നി ഇപ്പോൾ 750 മില്ലിഗ്രാമാണ്. അത് 1000-ഓ 1500-ഓ ആക്കുന്നതിലും തെറ്റില്ല. പക്ഷേ അതോടൊപ്പം അറ്റ്ലീസ്റ്റ് ഒരു സ്റ്റാറ്റിൻ ഗുളിക, സ്റ്റാറ്റിൻ എന്ന നാമത്തിൽ അറിയപ്പെടുന്നൊരു ഗുളിക, അത് നമുക്ക് ഈ കൊളസ്ട്രോൾ വളരെ കൂടുതലല്ലെങ്കിൽ പോലും, അത് കൊളസ്ട്രോളിന് നമ്മൾ കൊടുക്കുന്ന ഗുളികയാണെങ്കിൽ പോലും അതിന് ഒരുപാട് ഒരു പ്രമേഹ രോഗിയെ സംബന്ധിച്ച് ഒരുപാട് ഗുണങ്ങളുള്ളതാണ്. അപ്പോൾ ആ ഗുളിക കഴിക്കുന്നത് ഭാവിയിൽ ഇത്തരം പ്രശ്നങ്ങളെ ഒഴിവാക്കാനോ നീട്ടിക്കൊണ്ട് പോകാനോ സാധിക്കുമെന്നുള്ള ഒരുപാട് പഠനങ്ങളുള്ളതാണ്, ഒരുപാട് അഡീഷണൽ ബെനിഫിറ്റ്സ് ഉള്ളത്. അപ്പോൾ ഈവൻ സാറിൻ്റെ കൊളസ്ട്രോൾ നോർമൽ ആണെങ്കിൽ പോലും അങ്ങയുടെ ചികിത്സിക്കുന്ന ഡോക്ടറുമായിട്ട് ചർച്ച ചെയ്ത് ശ്രദ്ധിക്കുക. ഞാൻ ഈ പറഞ്ഞത് കേട്ട് ഒരിക്കലും ദയവ് ചെയ്ത് പോയി മെഡിക്കൽ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ച് കഴിക്കരുത്. അങ്ങയുടെ ചികിത്സിക്കുന്ന ഡോക്ടറുമായിട്ട് ചർച്ച ചെയ്യുക. ഇത്തരം സ്റ്റാറ്റിൻ എന്നൊരു ഗുളിക അല്ലെങ്കിൽ അങ്ങക്ക് മൈക്രോ ആൽബുമിൻ കൂടുതലാണെങ്കിൽ അതിൻ്റെ മെഡിസിൻ ഏതെങ്കിലും കഴിക്കേണ്ടതുണ്ടോ, മറ്റെന്തെങ്കിലും ഔഷധങ്ങൾ കഴിക്കേണ്ടതുണ്ടോ എന്നും കൂടി ചർച്ച ചെയ്യുക. അദ്ദേഹം ചിലപ്പോൾ തരാതിരിക്കുന്നതിൽ എന്തെങ്കിലും അടിസ്ഥാനമോ റീസണോ കാണാം. പക്ഷേ അതും കൂടി കഴിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ അങ്ങക്കിപ്പോൾ 87 വയസ്സൊക്കെ ആയതുകൊണ്ട് നമുക്ക് പല റെക്കമെൻഡേഷനുണ്ട്. സ്റ്റാറ്റിൻ മാത്രമല്ല, ഈവൻ ഒരു ഏജ് കഴിയുമ്പോൾ ഒരു ആസ്പിരിൻ പോലുള്ള ഗുളിക പോലും ഒരു പ്രമേഹ രോഗിയെ സംബന്ധിച്ച് ചിലപ്പോൾ നമുക്ക് കഴിക്കേണ്ട ഒരു ആവശ്യകതയായിട്ട് വരാമെന്നാണ്. അതുകൊണ്ട് തന്നെ അതും കൂടി ഒന്ന് ചർച്ച ചെയ്യുക. കാരണം ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണെങ്കിൽ അങ്ങ് ബാക്കിയെല്ലാം ഒരു പെർഫെക്റ്റ് ലെവലിൽ പോവുകയാണ്. അപ്പോൾ ഇതും കൂടി ഒന്ന് കംപ്ലീറ്റ് ചെയ്യുവാനായിട്ട് ശ്രമിക്കുക. ഓക്കെ സാർ, വിളിച്ചതിന് നന്ദി. നമുക്കൊരു മെയിൽ ID ഉണ്ട്, സംശയങ്ങൾ അതിലേക്ക് അയക്കാവുന്നതാണ്, doctor@asianet.co.in. നമുക്കൊരു വാട്സപ്പ് മെസ്സേജ് ഉണ്ട് ഡോക്ടർ. കോഴിക്കോട് നിന്ന് അംബികയാണ് ഇപ്പോൾ ചോദിച്ചിരിക്കുന്നത്, രാവിലെ വെറും വയറ്റിൽ വ്യായാമം ചെയ്യാമോ എന്നുള്ളതാണ്. വെള്ളം മാത്രം കുടിച്ചിട്ട് ഒരു ഡയബറ്റിക് പേഷ്യൻ്റ് ആണ്. ഓക്കെ, വെരി ഗുഡ്. എനിക്ക് തോന്നുന്നു നല്ലൊരു ചോദ്യമാണ്. നമ്മൾ ഇടയ്ക്ക് ഡിസ്കസ് ചെയ്യേണ്ട ചോദ്യമായതുകൊണ്ട് തന്നെ ഞാൻ അതിനെ വിശദമായിട്ട് പറയാം. അപ്പോൾ ഒരു പ്രമേഹ രോഗി രാവിലെ വെറും വയറ്റിൽ വ്യായാമം ചെയ്യുക എന്നുള്ളതാണ്. അപ്പം സാധാരണഗതിയിൽ നമുക്കൊരു പ്രമേഹ രോഗി രാവിലെ എഴുന്നേൽക്കുന്നു, ആഹാരത്തിന് മുമ്പ് വ്യായാമം ചെയ്യുന്നത് ഒരു കാരണവശാലും ചെയ്തുകൂടാ എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ നമുക്ക് ചെയ്യാം. പക്ഷേ വെറും വയറ്റിൽ വെറും വെള്ളം മാത്രം കുടിച്ചിട്ട് ഒരു പ്രമേഹ രോഗി വ്യായാമം ചെയ്യുമ്പോൾ വരാൻ സാധ്യതയുള്ള 1-2 കൊച്ചു പ്രശ്നങ്ങളുണ്ട്.
അതിൽ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് വ്യായാമം ചെയ്യുന്ന അവസരത്തിൽ രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് കുറയുവാൻ സാധ്യതയുണ്ട്. അതായത് രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് കുറഞ്ഞ് ഹൈപ്പോഗ്ലൈസീമിയ എന്ന് നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് കുറഞ്ഞ് ഈ കുറയുക എന്ന് പറഞ്ഞത് തീരെ കുറഞ്ഞാൽ ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങൾ വരെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒരു വ്യക്തി നമ്മൾ സാധാരണഗതിയിൽ ബ്ലഡ് ഷുഗർ നോർമലായിട്ടിരിക്കുന്ന ഒരു വ്യക്തി, ഇപ്പം നമ്മളിപ്പോൾ തൊട്ട് മുന്നേ ചർച്ച ചെയ്ത അദ്ദേഹത്തെ പോലൊരു വ്യക്തി ഷുഗർ നോർമലാണ്, അദ്ദേഹം യാതൊരു രീതിയിലുള്ള ആഹാരവും കഴിക്കാതെ അല്ലെങ്കിൽ ഒന്നും ചെയ്യാതെ കഠിനമായ വ്യായാമം ചെയ്യുകയാണെങ്കിൽ രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് ഇപ്പം 100ഉം 90ഉം ഒക്കെ സ്ഥിരമായി നിൽക്കുന്ന വ്യക്തിക്ക് പെട്ടെന്ന് 60ഓ 70ലോട്ടൊക്കെ ആകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് നമുക്കൊരു രീതിയിൽ നമുക്ക് അനുവദിക്കാവുന്ന ഒരു കാര്യമല്ല ഈ പ്രമേഹ രോഗ ചികിത്സയിൽ. അതുകൊണ്ട് തന്നെ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ലത്, ഇപ്പം ഐഡിയലി പറയുകയാണെങ്കിൽ നമുക്കിങ്ങനെ ഇന്നത് കഴിക്കണം അങ്ങനെയല്ല ഞാൻ പറയുന്ന, വ്യായാമം ചെയ്യുന്നതിന് മുമ്പായിട്ട് ലഘുഭക്ഷണം എന്തെങ്കിലും, അതായത് ഉദാഹരണം ലഘുഭക്ഷണം എന്ന് പറയുന്ന രാവിലെ ഒരു ബിരിയാണി കഴിക്കുക അല്ലെങ്കിൽ 3-4 ചപ്പാത്തിയും കറി, അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. ബ്രേക്ക്ഫാസ്റ്റ് അവിടെ ഇരുന്നോട്ട് രാവിലെ കഴിക്കുന്നതിന് മുമ്പും ഇപ്പോൾ സാലഡ്സ് അല്ലെങ്കിൽ നമുക്ക് എന്താ ഓരോരുത്തർക്ക് ഓരോ ടേസ്റ്റ് ആണല്ലോ, ഇപ്പം എന്താണെന്ന് വെച്ചാൽ അവർക്ക് എന്താണോ കഴിക്കാൻ കഴിയുന്നത് അങ്ങനെ ലഘുവായിട്ടുള്ള ഭക്ഷണം കഴിക്കുക, കുറച്ച് നേരം വിശ്രമിക്കുക. കാരണം ഭക്ഷണം ചെറിയ ഭക്ഷണമായാലും കഴിച്ചുടഞ്ഞ് വ്യായാമം ചെയ്യുന്ന ഒട്ടും സയൻറ്റിഫിക്കലി അത് നമുക്കത് അപ്രീഷിയേറ്റ് ചെയ്യാൻ കഴിയില്ല. അപ്പം ലഘുവായിട്ടുള്ള ഭക്ഷണം കഴിക്കുക, കുറച്ച് സമയം കഴിയുക, അതിനുശേഷം വ്യായാമം ചെയ്യുക. അതിന് മുമ്പായിട്ട് ബ്ലഡ് ഷുഗർ എനിക്ക് തോന്നുന്നു നമുക്ക് ഇതൊക്കെ ചർച്ച ചെയ്യേണ്ടതാണെങ്കിൽ ഞാനൊന്ന് ചുരുക്കി പറയുകയാണെങ്കിൽ ബ്ലഡ് ഷുഗർ നോക്കുക, നോർമലാണെന്ന് ഉറപ്പുവരുത്തുക, തീരെ കുറവാണെങ്കിൽ അപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക, എന്നിട്ട് വ്യായാമം ചെയ്യാം. അല്ലാതെ വെറും വയറ്റിൽ ഡെയിലി ഉള്ളൊരു വ്യായാമം നമുക്കൊട്ടും അങ്ങനെ ഒരു പ്രമേഹ രോഗിയെ സംബന്ധിച്ച് രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് കുറയുവാൻ സാധ്യതയുള്ളതുകൊണ്ട് അത് നമുക്ക് എൻ്റർടൈൻ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. പക്ഷേ ശ്രദ്ധിക്കുക, ഒരിക്കലും മെയിൻ മീൽസ് കഴിച്ചുടഞ്ഞ് വ്യായാമം ചെയ്യരുത്. ഇനി ഇൻ കേസ് നമുക്കിപ്പോൾ രാവിലെ എഴുന്നേറ്റു നമുക്ക് മെയിൻ മീൽസ് കഴിക്കേണ്ടി വന്നാൽ കഴിച്ചൊരു 2-3 മണിക്കൂറെങ്കിലും കഴിയാതെ വ്യായാമം ചെയ്യുന്നത് ഒട്ടും ഉചിതമല്ല. അതുകൊണ്ട് കഴിവതും ലഘുവായിട്ടുള്ള ഭക്ഷണ രീതി, എന്തെങ്കിലും ചെറിയ രീതിയിലുള്ള ക്വാണ്ടിറ്റി കുറച്ച് വളരെ ഒരുപാട് കാലറീസ് കൂട്ടാത്തുള്ള ഭക്ഷണം കഴിച്ചിട്ട് വ്യായാമം ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇത് പറഞ്ഞു വന്നപ്പോൾ നമ്മളൊരു പ്രമേഹ രോഗി വ്യായാമം തുടങ്ങുന്നതിന് മുമ്പ് എന്തൊക്കെ പ്രിപ്പറേഷൻസ് ആണ് ചെയ്യേണ്ടത്? വെരി ഗുഡ്. അത് വളരെ നല്ലൊരു ചോദ്യമാണ്. എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ ഒരുപാട് പേര് എൻ്റെ തന്നെ രോഗികൾ എടുത്തു കഴിഞ്ഞാൽ, ഞാൻ സാധാരണഗതിയിൽ ഇതെല്ലാം ശ്രദ്ധിച്ച് ഈ ഒരു വ്യായാമം ചെയ്യുമ്പോഴും ഞാൻ എൻ്റെ ഒരു ടീം മെമ്പർ, ഞങ്ങളൊരു ടീമായിട്ടാണ് ചികിത്സിക്കുന്നത്. അപ്പോൾ ഒരാൾ വ്യായാമം പറയും, അടുത്ത ആൾ ഭക്ഷണ ക്രമീകരണം പറയും, അങ്ങനെ ഓരോരുത്തരെ ടീച്ച് ചെയ്താണ് ഞാൻ എൻ്റെ ചികിത്സ എൻ്റെ രോഗികൾക്ക് ഞാൻ നിർദ്ദേശിക്കുന്നത്. എന്നാൽ പോലും എൻ്റെ പല രോഗികളും, പലരുമല്ല കുറേ രോഗികൾ ഇത്തരം കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാതെ വ്യായാമം തുടങ്ങുന്ന, പ്രോബബ്ലി നമ്മളിപ്പോൾ ചെയ്യുന്നത് ഈ ബോധവൽക്കരണത്തിൽ ഇത്തരം ഒരു ബോധവൽക്കരണം കൂടുവാനുള്ള ഇടയാണ്. കാരണം പ്രമേഹ രോഗത്തിൽ ഏറ്റവും വേണ്ട ഒരു കാര്യം ഈ ബോധവൽക്കരണമാണ്, ഇതിൻ്റെ അവയർനെസ്സാണ്. അപ്പോൾ ഇത്തരം പ്രോഗ്രാംസും എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ ഒരുപാട് അത്തരം കാര്യങ്ങൾ പ്രയോജനം ചെയ്യുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു പ്രമേഹ രോഗി, ഉദാഹരണത്തിന് 50-60 വയസ്സുള്ളൊരു പ്രമേഹ രോഗി, ആ വ്യക്തി ഇപ്പോൾ ഡോക്ടറെ കാണുന്നു, പ്രമേഹമുണ്ട് അല്ലെങ്കിൽ പ്രമേഹം കൺട്രോൾ അല്ല എന്ന് പറഞ്ഞ് ഉടനടി പോയി വ്യായാമം ചെയ്യുകയല്ല വേണ്ടത്. കാരണം ഞാൻ ഇപ്പോൾ തൊട്ട് മുന്നേ ഉള്ള അദ്ദേഹത്തിൻ്റെ സാറിൻ്റെ അടുത്ത് ഉത്തരം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, പ്രമേഹ രോഗത്തിൻ്റെ ഏറ്റവും പ്രധാന പ്രശ്നമെന്ന് പറയുന്ന പ്രമേഹ രോഗികൾക്ക് വരാൻ സാധ്യതയുള്ള ഹൃദയാഘാതം, പക്ഷാഘാതം, വൃക്കഘാതം, നമ്മുടെ ഇൻറ്റേർണൽ ഓർഗൻസിലെ ഏത് അവയവങ്ങളെയും പ്രമേഹ രോഗം ബാധിക്കാം. സാധാരണഗതിയിൽ പലപ്പോഴും ഞാനിപ്പോൾ ഏറ്റവും ചുരുങ്ങിയ രീതിയിൽ മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് സാധാരണ ഹാർട്ട് അറ്റാക്ക് നോക്കുമ്പോൾ നമുക്ക് വളരെ വേദനാജനകമായിട്ടൊരു ഇതായിരിക്കും നമ്മുടെ മനസ്സിലുള്ളത്. പക്ഷെ പലപ്പോഴും പ്രമേഹ രോഗികൾക്ക് വരുന്നത് വേദനയില്ലാതെ സൈലൻ്റ് ആയിട്ടായിരിക്കും. അപ്പോൾ പലപ്പോഴും നമ്മൾ അതിൻ്റെ പരിശോധനകൾ പിന്നീട് ചെയ്യുമ്പോഴായിരിക്കും പണ്ട് എപ്പോഴെങ്കിലും ചെറിയ ബുദ്ധിമുട്ട് വന്നതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട. അപ്പോൾ അത്തരം പ്രശ്നമുള്ള ഒരു പ്രമേഹ രോഗി പെട്ടെന്നൊരു ദിവസം എടുത്തു ചാടി 1/2 മണിക്കൂറോ 1 മണിക്കൂറോ വ്യായാമം ചെയ്യുന്നത് നമുക്ക് ശാസ്ത്രീയമായി പറഞ്ഞാൽ ഒട്ടും നമുക്ക് എൻ്റർടൈനബിൾ അല്ല. അപ്പോൾ സാധാരണഗതിയിൽ ഒരു വ്യക്തി, ഒരു പ്രമേഹ രോഗി നമ്മുടെ വ്യായാമം ചെയ്ത് തുടങ്ങുന്നതിന് എന്തെങ്കിലും നമുക്കൊരു കോൾ ഉണ്ട് ഡോക്ടർ. കെയറിംഗ് ഹാൻഡ്സിലേക്ക് സ്വാഗതം. പേര് പറയാമോ? എവിടെ നിന്ന് വിളിക്കുന്നു? ആയിക്കോട്ടെ, ഡോക്ടറോട് സംസാരിച്ചോളൂ. ചോദിക്കൂ സാർ. ചോദിക്കൂ. സാറേ, എനിക്ക് ഷുഗർ ഇതുവരെ ഉണ്ടായിരുന്നില്ല. അപ്പൊ കുറച്ച് അസ്വസ്ഥതകളൊക്കെ തോന്നിയിട്ട് ഇന്ന് ടെസ്റ്റ് ചെയ്തായിരുന്നു. ഓക്കെ. അപ്പൊ ഭക്ഷണത്തിന് മുന്നേ എനിക്ക് 149 ഉണ്ട്. ഓക്കെ. ഭക്ഷണത്തിന് ശേഷം 248. ഓക്കെ. അപ്പൊ അത് കൺട്രോളിങ്ങിൽ കിട്ടോ മരുന്ന് കഴിക്കാതെ എന്നറിയാനോ? ഓക്കെ. സാറിന്റെ വയസ്സ് എത്രയുണ്ട്? 52. മറ്റെന്തെങ്കിലും അസുഖത്തിനായിട്ട് ഔഷധങ്ങൾ കഴിക്കുന്ന വ്യക്തിയാണോ?
ഞാൻ പ്രഷറിന്റെ ഗുളിക മാത്രം കഴിക്കുന്നുണ്ട്, ആൻജിക്കാൻ 5 എന്ന് പറഞ്ഞിട്ട്. ഓക്കെ ഓക്കെ. പറയാൻ ബുദ്ധിമുട്ടില്ലെങ്കിൽ പറയുന്നതിൽ തെറ്റില്ല. പുകവലിക്കുന്ന സ്വഭാവമുള്ള ആളാണോ? ഇല്ലില്ല, പുകവലിയില്ല. മോള് വല്ലപ്പോഴും കഴിക്കും. ഓക്കെ. ശരീരം വണ്ണമുള്ള പ്രകൃതമുള്ള ആളാണോ? ഇല്ല, വണ്ണതിയില്ല, ആവശ്യത്തിനുള്ളതേ ഉള്ളൂ. ഇപ്പൊ ക്ഷീണമാണ്. ഓക്കെ. അങ്ങ് എന്തുകൊണ്ടാണ് ഇന്ന് രാവിലെ ബ്ലഡ് ഷുഗർ നോക്കാൻ കാരണം? എനിക്ക് ഇപ്പൊ കുറച്ച് ദിവസങ്ങളായിട്ട് കണ്ണിന് ചെറിയൊരു പുകച്ചില് പോലെയൊക്കെ ഉണ്ടായി. പിന്നെ ശരീരത്തിന് ഭയങ്കര വേദന. പിന്നെ രാത്രി മൂത്രമൊഴിക്കൽ കൂടുതലാണ്. ഓക്കെ. പകലങ്ങനെ അധികം പോണില്ല. മനസ്സിലായി സാർ. 4-5 പ്രാവശ്യമൊക്കെ ഇങ്ങനെ മൂത്രമൊഴിക്കലുണ്ട്. ഓക്കെ ഓക്കെ, മനസ്സിലായി സാർ. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേട്ടോളൂ സാർ. അങ്ങേക്ക് 52 വയസ്സെന്നല്ലേ പറഞ്ഞത്? അതെ അതെ. ഓക്കെ, 52 വയസ്സുണ്ട്. താങ്കളുടെ പ്രശ്നം ഈ അടുത്ത കാലത്ത് ക്ഷീണവും രാത്രിയും കൂടുതൽ തവണയായിട്ട് മൂത്രമൊഴിക്കാനുള്ളൊരു ടെൻഡൻസി ഉണ്ട്. മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല. ബ്ലഡ് പ്രഷറിന് നമ്മുടെ ആൻജിക്കാൻ 5 കഴിക്കുന്നുണ്ട്, അത് മാത്രമേ ഉള്ളൂ ഔഷധമായിട്ട് കഴിക്കുന്നത്. പക്ഷേ ഈ ക്ഷീണവും ഇത് കാരണം ഷുഗർ നോക്കിയപ്പോൾ ഇന്ന് രാവിലെ വെറും വയറ്റിൽ 140 കൂടുതലും, ആഹാരം കഴിച്ച് 2 മണിക്കൂറാകുമ്പോൾ 240 കൂടുതലും വന്നു. എന്ത് ചെയ്യണമെന്നുള്ളതാണ് ചോദ്യം അല്ലേ? ഓക്കെ സാർ, എനിക്ക് തോന്നുന്നു അങ്ങ് ഈ പറഞ്ഞ ചോദ്യവും അങ്ങ് വിശദീകരിച്ചതും ഇനി ഒരുപാട് പ്രേക്ഷകർക്ക് പ്രയോജനകരമായ അല്ലെങ്കിൽ അവർ കേട്ടിരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. പലപ്പോഴും ഒരു പ്രമേഹ രോഗം പലപ്പോഴും കണ്ടുപിടിക്കപ്പെടുന്നത് ഇങ്ങനെയായിരിക്കും. താങ്കൾക്ക് ചിലപ്പോൾ നിർഭാഗ്യവശാൽ ഈ പ്രമേഹം ആരംഭിച്ചിട്ട് ആഴ്ചകളോ മാസങ്ങളോ ആയി കാണാമായിരിക്കാം. പക്ഷേ നിർഭാഗ്യവശാൽ പ്രമേഹം നമ്മൾ പരിശോധിച്ചത് ഇപ്പോഴായതുകൊണ്ടും ഇന്ന് പരിശോധിച്ചപ്പോൾ കണ്ടതുകൊണ്ടുമാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത്. ഇതിനു മുമ്പ് തുടർച്ചയായിട്ട് പരിശോധിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ നമുക്ക് നേരത്തെ തന്നെ മനസ്സിലാക്കാൻ കഴിയുമായിരുന്നു. അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ കാര്യങ്ങൾ കുറച്ചുകൂടി നമുക്ക് എളുപ്പമായിരുന്നു. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പ്രശ്നമാണ് എന്നല്ല ഞാൻ പറഞ്ഞത്. ഞാൻ എല്ലാവർക്കും കൂടി മനസ്സിലാക്കുവാനുള്ള രീതിയിൽ ഞാൻ മനസ്സിലാക്കുന്നതേ ഉള്ളൂ. അപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒരു പ്രമേഹ രോഗിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ഈ മുൻ എപ്പിസോഡുകളിൽ പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. ലക്ഷണങ്ങൾ ഈ പറയുന്നത് ലക്ഷണങ്ങളാണ്. അമിതമായിട്ടുള്ള യൂറിൻ പോവുക, അമിതമായിട്ട് ദാഹം, അമിതമായിട്ടുള്ള വിശപ്പ്, ശരീരം ക്ഷീണിക്കുക, ഇതെല്ലാം ലക്ഷണങ്ങളിൽ പെടുന്നതാണ്. പക്ഷേ പ്രമേഹ രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ വരാൻ ആഴ്ചകളോ മാസങ്ങളോ ചിലപ്പോൾ വർഷങ്ങളോ തന്നെ വേണ്ടി വരാം. അതായത് മാസങ്ങളോളം ലക്ഷണങ്ങളൊന്നും ഇല്ലാതെ ഒരു വ്യക്തി ചിലപ്പോൾ സാർ ഇപ്പം ഇന്ന് മാസങ്ങളോളം ചിലപ്പോൾ ലക്ഷണങ്ങളില്ലാതെ ആയിരിക്കാം ഇന്നിപ്പോൾ നമുക്ക് ഈ അടുത്ത ലക്ഷണങ്ങൾ ആരംഭിക്കുകയും കണ്ടുപിടിക്കുകയും ചെയ്യുന്ന. അപ്പോൾ ഒരിക്കലും ലക്ഷണങ്ങൾക്ക് വേണ്ടി അങ്ങ് ലക്ഷണം വന്നു പരിശോധിച്ചു, ഓക്കെ, പരിശോധിച്ചു, ആദ്യ ഘട്ടത്തിൽ തന്നെ പരിശോധിച്ചു, വളരെ നല്ലത്. പക്ഷേ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, പ്രത്യേകിച്ച് അങ്ങേക്ക് ഇപ്പോൾ 50 വയസ്സിൽ കൂടുതലുണ്ട്. അപ്പോൾ ലക്ഷണങ്ങൾക്ക് വേണ്ടി ഒരു കാരണവശാലും വെയിറ്റ് ചെയ്തിട്ട് കാത്തിരിക്കരുത്. പ്രത്യേകിച്ച് അങ്ങേക്ക് ഈ ഒരു ബ്ലഡ് പ്രഷറിൻ്റെ രോഗമുണ്ട്, അതിൻ്റെ ഔഷധങ്ങൾ കഴിക്കുന്നു. അപ്പോൾ ഇത്തരം ജീവിതശൈലി രോഗമുള്ളവർക്ക് പ്രമേഹ രോഗം പോലുള്ള പ്രശ്നങ്ങൾ വരാൻ സാധ്യത കൂടുതലുള്ളത് കൊണ്ട് തന്നെ കൃത്യമായ ഇടവേളകളിൽ, ഉദാഹരണത്തിന് അങ്ങനെ പ്രത്യേകിച്ച് ഇങ്ങനെ മാസം തോറും 2 മാസം 3 മാസം അങ്ങനെയൊന്നുമല്ല പറയുന്നത്, നമുക്ക് എപ്പോഴാണ് കഴിയുന്നത്. കാരണം രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് പരിശോധിക്കുന്നതെന്ന് പറഞ്ഞാൽ വളരെ എളുപ്പം ചെയ്യാവുന്ന പരിശോധനയാണ്. ആ പരിശോധന മനസ്സിലായി. അപ്പോൾ അത് പരിശോധിക്കുക എന്നുള്ള മെസ്സേജ് ഇത് ഞാൻ എല്ലാ പ്രേക്ഷകർക്കും വേണ്ടി പറഞ്ഞതാണ്. ഇനി അങ്ങയുടെ ചോദ്യത്തിൻ്റെ ഉത്തരത്തിലോട്ട് വരാം. അങ്ങ് 2 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഒന്ന്, ഞങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ജീവിതശൈലിയിൽ വരുന്ന മാറ്റങ്ങളാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രമേഹ രോഗ ചികിത്സയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമെന്ന് പറയുന്നത് ജീവിതശൈലിയിൽ വരുത്തേണ്ട മാറ്റമാണ്. അത് കഴിഞ്ഞിട്ട് മാത്രമേ നമുക്ക് ഔഷധങ്ങൾക്ക് റോളുള്ളൂ, അല്ലെങ്കിൽ അതോടൊപ്പം തുല്യ റോളാണ് ഔഷധങ്ങൾക്കുള്ളത്. അതുകൊണ്ട് തന്നെ അങ്ങ് ചെയ്യേണ്ടത് ദിവസേന വ്യായാമം, നിർബന്ധമായിട്ടും വ്യായാമം ചെയ്യുക. ഞങ്ങൾ ഈ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന അതാണ്. അങ്ങ് തുടർന്നും ഇത് ചർച്ച ശ്രദ്ധിക്കുക. രണ്ടാമത് ഭക്ഷണം ക്രമീകരിക്കുക. ഭക്ഷണത്തിൻ്റെ അളവ് നിയന്ത്രിക്കുന്നതോടൊപ്പം ഭക്ഷണത്തിന് ഒരു സിസ്റ്റമാറ്റിക് ലെവലിൽ കഴിയുമെങ്കിൽ ഒരു ഡയറ്റീഷ്യനുമായിട്ട് ചർച്ച ചെയ്ത് ഡയറ്റീഷ്യൻ്റെ അഡ്വൈസോടുകൂടി ചെയ്യാൻ ശ്രമിക്കുക. മൂന്നാമത്, ഓൾറെഡി പുകവലി ഇല്ല എന്ന് പറഞ്ഞതുകൊണ്ട് അത് കുഴപ്പമില്ല. പക്ഷേ മദ്യപാനം ഡെഫിനറ്റ്ലി ഇത്തരം ജീവിതശൈലി രോഗങ്ങൾക്ക് ഒരിക്കലും എൻ്റർടൈനബിൾ അല്ല. അത് എത്രത്തോളം കുറയ്ക്കുവാൻ കഴിയുമോ അത് കുറയ്ക്കുവാൻ ശ്രമിക്കുക. നാലാമത്തെ കാര്യം, സ്ട്രെസ്സും നമ്മളെ ടെൻഷനും ഒക്കെ പരമാവധി കുറയ്ക്കുക. വിശ്രമം, ഉറക്കം നമുക്കത് അത്യാവശ്യത്തിനുള്ളത്. അതില്ല എന്നുണ്ടെങ്കിൽ ഇതെല്ലാം ക്രമീകരിച്ചിട്ട് സാർ ചെയ്യേണ്ടത് ഒരു 15 ദിവസമോ 1 മാസമോ അല്ലെങ്കിൽ 1.5 മാസമോ, കഴിയുമെങ്കിൽ 1 മാസം കഴിഞ്ഞ് തന്നെ വെറും വയറ്റിലെയും ആഹാരത്തിന് ശേഷമുള്ള ഷുഗർ നോക്കുക. അതോടൊപ്പം അങ്ങയുടെ കയ്യിൽ ഒരു പേന ഉണ്ടെങ്കിൽ, ഞാൻ പലപ്പോഴായിട്ട് പറയുന്നതാണ്, HbA1c എന്ന് പറയുന്നത് നോട്ട് ചെയ്യുക. HbA1c എന്നത് കഴിയുമെങ്കിൽ എഴുതിയെടുക്കാൻ ശ്രമിക്കുക. കഴിഞ്ഞ 3 മാസത്തെ അങ്ങയുടെ രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവാണ്. അപ്പോൾ ഈ 15 ദിവസമോ 1 മാസമോ കഴിഞ്ഞ് നോക്കുമ്പോൾ അത് 5.7 താഴെയാണെങ്കിൽ അങ്ങ് ഒന്നും ശ്രദ്ധിക്കേണ്ട, അതിനെ അങ്ങ് വിട്ടേക്കുക.
5.7 മുതൽ 6.4 വരെയാണെങ്കിൽ മനസ്സിലാക്കുക പ്രമേഹം വളരെ വേഗത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണെന്ന്. 6.5 കൂടുതലാണെങ്കിൽ അങ്ങ് പ്രമേഹ രോഗം ആരംഭിച്ചു. ഈ ഒരു മാസം കഴിഞ്ഞിട്ടും നമുക്ക് 6.5 വളരെ കൂടി നിൽക്കുകയാണെങ്കിൽ അതനുസരിച്ച് അങ്ങ് ഒരു ഡോക്ടറെ കണ്ട് നമ്മൾ ചികിത്സ നടത്തുക. ഒന്നുകൂടി ശ്രദ്ധിക്കുക, ഒരു മാസം കഴിഞ്ഞ് ചെക്ക് ചെയ്യുമ്പോൾ ഈ ഒരു മാസത്തെ വാല്യൂ അല്ല ഈ HbA1c വരുന്നത്, കഴിഞ്ഞ 3 മാസത്തെ 90 ദിവസത്തെ ആവറേജാണ് വരുന്നത്. അപ്പം ഇപ്പോൾ ഇതിനും കഴിഞ്ഞ 2 മാസത്തെയും കൂടി ഇതിൽ ക്ലബ് ചെയ്ത് വരാം. എന്നാൽ പോലും HbA1c 6.5 ആണെങ്കിൽ നമുക്ക് ഔഷധങ്ങളുടെ സഹായം വേണ്ടി വരാം, അല്ല ഔഷധങ്ങളും കൂടി കഴിക്കേണ്ടി വരാം. അത് അങ്ങ് തൊട്ടടുത്തുള്ളൊരു ഡോക്ടറെ കണ്ട് അദ്ദേഹത്തിൻ്റെ അഡ്വൈസും കൂടി, ചിലപ്പോൾ നമുക്ക് 2 മാസമോ 1 മാസമോ കൂടി വെയിറ്റ് ചെയ്ത് നമുക്ക് ഈ പറയുന്ന നമ്മുടെ മോഡിഫിക്കേഷനൊക്കെ ചെയ്തിട്ട് എന്നിട്ടും കുറയുന്നില്ലെങ്കിൽ മാത്രം ഔഷധങ്ങളുടെ ആവശ്യം വേണ്ടി വരികയുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ചെയ്യേണ്ടത് ആദ്യം ജീവിതശൈലിയിൽ മാറ്റം വരുത്തുക, 15 ദിവസം കഴിഞ്ഞിട്ട് ഷുഗർ നോക്കുക, 1 മാസം കഴിഞ്ഞ് ഒന്നുകൂടി നോക്കുക. കുറഞ്ഞ് വരികയാണെങ്കിൽ നമുക്ക് വെയിറ്റ് ചെയ്യാം. അങ്ങേക്ക് ക്ഷീണം മാറുന്നുണ്ട്, കുറയുന്നുണ്ടെങ്കിൽ വെയിറ്റ് ചെയ്യാം. അല്ല ക്ഷീണം കൂടുന്നു, ബ്ലഡ് ഷുഗർ കുറയുന്നില്ല, കൂടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് കാലം ഇങ്ങനെ അത് മാത്രമായിട്ട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയില്ല. കാരണം ഓൾറെഡി അങ്ങ് ഇപ്പോൾ പ്രമേഹ രോഗത്തിൻ്റെ ക്രൈറ്റീരിയയിൽ വെറും വയറ്റിൽ 126, ആഹാരം കഴിച്ച് 2 മണിക്കൂറാകുമ്പോൾ 200 കഴിഞ്ഞ സ്ഥിതിക്ക് അങ്ങിപ്പോൾ ഒരു പ്രമേഹ രോഗി എന്ന നിർവചനത്തിൽ വരികയാണ്. അപ്പോൾ ഔഷധങ്ങളുടെ സഹായവും നമുക്ക് വേണ്ടി വന്നേക്കാം, അല്ലെങ്കിൽ വേണം. അതും കൂടി ഒരു ഡോക്ടറെ കണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ സാർ, വിളിച്ചതിന് നന്ദി. കെയറിംഗ് ഹാൻഡ്സിൽ നമ്മളോടൊപ്പം ഉള്ളത് തിരുവനന്തപുരത്തെ ഡോക്ടർ റഷീദ്സ് ഡയബറ്റിക്സ് സ്പെഷ്യാലിറ്റി സെൻറ്ററിലെ ചീഫ് കൺസൾട്ടൻ്റായ ഡോക്ടർ സബീർ എ റഷീദാണ്. ഡോക്ടർ, നമുക്കൊരു വാട്സാപ്പ് മെസ്സേജ് ഉണ്ട്. കോട്ടയത്ത് നിന്ന് രഘു, 60 വയസ്സാണ്. അപ്പോൾ അദ്ദേഹം ആഹാരം കഴിഞ്ഞ് 1 മണിക്കൂർ കഴിഞ്ഞാണ് വ്യായാമം ചെയ്യുന്നത്. വ്യായാമം ചെയ്ത് കഴിയുമ്പോൾ വല്ലാണ്ട് ക്ഷീണം തോന്നുകയും വിറയലും ഒക്കെ വരാറുണ്ട്. അതുകൊണ്ട് വ്യായാമം കൂട്ടുകയാണോ കുറയ്ക്കുകയാണോ വേണ്ടതെന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, എനിക്ക് തോന്നുന്നു ഡയറക്റ്റ് 1-to-1 ഇൻട്രാക്ട് ചെയ്യാൻ കഴിയാത്തതുകൊണ്ട് അദ്ദേഹം എന്താണ് ഉദ്ദേശിച്ചതെന്ന് ക്ലിയർ ആയിട്ട് നമുക്ക് ഈ മെസ്സേജിൽ നിന്ന് മനസ്സിലാകുന്നില്ല. അപ്പം അദ്ദേഹം, എനിക്ക് തോന്നുന്നു സാർ ഇത് കേട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഒന്നുകിൽ ഇതിന് ശേഷം എനിക്ക് തോന്നുന്നു അതിൽ സ്ക്രീനിൽ കാണുന്നൊരു എൻ്റെ നമ്പറുണ്ട്, അതിൽ വിളിച്ച് സംസാരിക്കാം. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഞാൻ അദ്ദേഹം ഉദ്ദേശിച്ചതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്, അദ്ദേഹം ആഹാരം കഴിച്ച് 1 മണിക്കൂറാകുമ്പോൾ വ്യായാമം ചെയ്യുന്നു. വ്യായാമം ചെയ്ത് കഴിയുമ്പോൾ പെട്ടെന്ന് ശരീരത്തിന് തളർച്ച വരുന്നു, ശരീരം വിറച്ചു തുടങ്ങുന്നു. അതിൽ പ്രധാനപ്പെട്ട ഒരൊറ്റ കാര്യമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ശരിയാണെങ്കിൽ സംഭവിക്കുന്നത്. ഇപ്പോൾ തൊട്ട് മുന്നേ ഉള്ള ചോദ്യത്തിന് ഉത്തരം പറഞ്ഞതുപോലെ അദ്ദേഹത്തിന് ഈ കഠിനമായ വ്യായാമമുറൊക്കെ ചെയ്യുന്നത് കാരണം രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് താഴുന്നു. അപ്പോൾ രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് താഴ്ന്ന ഹൈപ്പോഗ്ലൈസിമിയ എന്നൊരു പ്രശ്നം വരുന്നതാണ് അദ്ദേഹത്തിന് സംഭവിക്കുന്ന ക്ഷീണവും ഈ പറയുന്ന വിറയലും ഈ പ്രശ്നങ്ങൾ വരാൻ സാധ്യത. അപ്പോൾ അതുകൊണ്ട് ചെയ്യേണ്ട 2-3 കാര്യങ്ങളോട്. ഒന്ന്, അദ്ദേഹം നാളെ ഇത് കാണുകയാണെങ്കിൽ നാളെ ഇതുപോലെ ചെയ്തിട്ട് ആ സമയം ബ്ലഡ് ഷുഗർ നോക്കുക. ആ ഷുഗർ അവിടെ 70, 65, 75 ഒക്കെ ആണെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് കുറയുന്നത് കൊണ്ടാണ് ഇത് പ്രശ്നമാണ്. ഇതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റ് കാരണങ്ങൾ നമ്മൾ അന്വേഷിക്കേണ്ടി വരാം. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ആദ്യം ചെയ്യേണ്ടത്, ഇപ്പോൾ അദ്ദേഹം പറയുന്നു ആഹാരം കഴിച്ച് മിനിമം 1 മണിക്കൂർ വെയിറ്റ് ചെയ്യുന്നു. നമുക്ക് 1 മണിക്കൂറല്ല, നമുക്ക് കുറച്ചുകൂടി കഴിഞ്ഞ് ചെയ്താലും കുഴപ്പമില്ല. പക്ഷേ അദ്ദേഹത്തിന് സംഭവിക്കുന്ന ആഹാരം കഴിച്ചിട്ടും ഷുഗർ തീരെ കുറഞ്ഞു പോവുകയാണെങ്കിൽ നമുക്കൊരിക്കലും വ്യായാമം അദ്ദേഹത്തിന് ശരീരത്തിന് അനുസരിച്ചായിരിക്കും വ്യായാമം ചെയ്യുന്നത്. വ്യായാമം തീരെയായിട്ട് കുറയ്ക്കുക എന്നുള്ളതല്ല പറയുന്ന. ഈ വ്യക്തി പ്രമേഹ രോഗിയാണെന്ന് പറഞ്ഞു, കഴിക്കുന്ന ഔഷധങ്ങൾ കഴിക്കുകയാണെങ്കിൽ അദ്ദേഹം ഇപ്പോൾ കറക്റ്റായിട്ട് വ്യായാമം ചെയ്യുകയാണ്, ഭക്ഷണം ക്രമീകരിക്കുന്നുണ്ടെങ്കിൽ ഔഷധങ്ങളുടെ അളവ് കുറയ്ക്കുകയാണ് വേണ്ടത്. ഉദാഹരണത്തിന് ഇപ്പോൾ ഞാൻ ഒരു ഉദാഹരണം പറയാം. അദ്ദേഹം രാവിലെ 20 യൂണിറ്റ് ഇൻസുലിൻ എടുക്കുന്നൊരു വ്യക്തിയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഡോക്ടറോട് ചർച്ച ചെയ്തിട്ട് ആ 20 എന്നുള്ള 15 12 ആക്കുവാൻ കഴിയും. കാരണം നമ്മൾ കുറയ്ക്കേണ്ടത് വ്യായാമമല്ല, നമ്മൾ കുറയ്ക്കേണ്ട ഔഷധങ്ങളാണ്. കാരണം വ്യായാമം അദ്ദേഹത്തിൻ്റെ ശരീരത്തിന് പറ്റുന്ന രീതിയിൽ ചെയ്യാൻ കഴിയുമെന്നുണ്ടെങ്കിൽ ഔഷധങ്ങളെ നമുക്ക് കുറയ്ക്കുക എന്നുള്ളതാണ് ഈ വ്യായാമം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഔഷധങ്ങളുടെ അളവ് കുറയ്ക്കുക. ഈ പറയുന്ന രീതിയിൽ ഞാൻ വീണ്ടും പറയാം, നമുക്ക് പ്രധാനപ്പെട്ട ഒരു ആഹാരം കഴിച്ചിട്ട് ചെയ്യുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല. അതിനേക്കാൾ ലഘുവായിട്ടുള്ള മീൻസ് അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ആഹാരമാണെങ്കിൽ കുറച്ചുകൂടി ഒരു ഗ്യാപ്പ് ഇടുന്നതിൽ തെറ്റില്ല. പക്ഷേ എന്ത് പറഞ്ഞാലും 2 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഗ്ലൂക്കോസിൻ്റെ അളവ് കുറയുന്നത് ഒരു കാരണവശാലും അഭികാമ്യമല്ല. രണ്ടാമത്തെ കാര്യം, നമ്മൾ കുറഞ്ഞു പോകുന്നു എന്ന് പറഞ്ഞാൽ വ്യായാമം കുറയ്ക്കരുത്. ഒരിക്കലും നമുക്കൊരു റോങ് മെസ്സേജാണ് പ്രേക്ഷകർ കൊടുക്കേണ്ടത്. അതിനേക്കാളും വ്യായാമം അതുപോലെ മെയിൻറ്റെയിൻ ചെയ്യുക. ഔഷധങ്ങളുടെ അളവ് നമുക്ക് കുറയ്ക്കുകയാണ് വേണ്ടത്. കെയറിംഗ് ഹാൻഡ്സിലേക്ക് സ്വാഗതം. പേര് പറയാമോ? ഹലോ, പേര് പൊന്നമ്മ. എവിടുന്ന് വിളിക്കുന്നു? പാലക്കാട് നെന്മാറ. ആയിക്കോട്ടെ, ഡോക്ടറോട് സംസാരിച്ചോളൂ. ശരി, ഓക്കെ. ചോദിക്കൂ അമ്മ, പറയൂ. സാറേ, എന്റെ പേര് പൊന്നമ്മയാണ്. പാലക്കാട് നെന്മാറയെന്നാ വിളിക്കുന്നത്. എനിക്ക് ഷുഗർ
ഇപ്പൊ 6 വർഷം ഇങ്ങനെ ആയിട്ടുണ്ട്. ഓക്കെ 46 വയസ്സായിട്ടുണ്ട് എനിക്ക്. ഓക്കെ അപ്പൊ ഇത് പ്രഷർ കുറവായതിനു ശേഷം ഞാൻ ഉപ്പിട്ടിട്ട് കഞ്ഞിവെള്ളം കുടിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡോക്ടർ. അങ്ങനെയാണ് എനിക്ക് ഷുഗർ തുടങ്ങിയത്. ഓക്കെ ഇപ്പൊ ഞാൻ മരുന്ന് കഴിക്കാൻ തുടങ്ങിയിട്ട് 6 വർഷമായിട്ടുണ്ട്. പക്ഷെ എനിക്കിപ്പോ ഇടയ്ക്ക് ഈ നെഞ്ചിനകത്ത് ചെറുതായിട്ടൊരു ഇങ്ങനെ പെട്ടെന്നൊരു വേദന പോലെ വരാറുണ്ട്. ഓക്കെ അത് എന്താ ഗ്യാസിന്റെ ആണോ ഇതിന്റെ പ്രോബ്ലം ആണോ എന്നുള്ളത് എനിക്കറിയില്ല. ഓക്കെ അതായത് കിഡ്നി സംബന്ധിച്ച് ഒരു പ്രശ്നമാണോന്ന് വിചാരിച്ചിട്ടാണ് ചോദിക്കുന്നത്. ഓക്കെ മാഡത്തിൻ്റെ സംശയം ഞാൻ ഉദ്ദേശിക്കുന്നത് 46 വയസ്സുണ്ട്, അങ്ങ് 6 വർഷമായിട്ട് പ്രമേഹമുണ്ട്, ഇപ്പോൾ പ്രമേഹത്തിൻ്റെ ഔഷധങ്ങൾ കഴിക്കുന്നുണ്ട്, ബ്ലഡ് ഷുഗർ നോർമൽ ഞാൻ കഴിക്കുന്നുണ്ട്. ബ്ലഡ് ഷുഗർ നോർമലാണ്. വരുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്കെങ്കിലും നെഞ്ചിലൊരു ബുദ്ധിമുട്ട് വരുന്നുണ്ട്. അത് എന്താണെന്ന് ഇതുവരെയും കൃത്യതയോടുകൂടി മനസ്സിലായിട്ടില്ല. അമ്മയ്ക്ക് മാഡത്തിന് കിഡ്നിയുടെ അസുഖത്തിൻ്റെ ഭാഗമാണോ എന്നൊരു സംശയം ഉള്ളിലുണ്ട്. പണ്ട് ഈ മരുന്ന് കഴിക്കുന്നതുകൊണ്ട് കിഡ്നിനെ സംബന്ധിച്ചിട്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോന്ന് അറിയാനായിരുന്നു. ഓക്കെ മാഡം കഴിക്കുന്ന മരുന്ന് ഔഷധം ഏതാണ്? മരുന്ന് ഔഷധത്തിൻ്റെ പേര് പറയാൻ കഴിയുമോ? ഞാൻ ഗവൺമെന്റ് ആസ്പത്രിയിൽ ഷുഗറിനുള്ള മരുന്ന് എല്ലാ മാസവും ടെസ്റ്റ് ചെയ്ത് ഷുഗറിനുള്ള മരുന്ന് ഗവൺമെന്റ് ആസ്പത്രിയിൽ നിന്ന് കഴിക്കാറുള്ളത്. അല്ല മാഡം, ഈ ഷുഗറിനുള്ള മരുന്ന് എന്ന് പറയുന്ന മറ്റ് ഔഷധങ്ങൾ വേറെയും കഴിക്കുന്നുണ്ടോ? ഏതൊക്കെ ഔഷധങ്ങളാണ് വേറെ കഴിക്കുന്നത്? ഇല്ല, ഇംഗ്ലീഷ് മരുന്ന് മാത്രമാണ്. അതാ ചോദിച്ചത്. ഷുഗറിനല്ലാതെ വേറെ എന്തെങ്കിലും ഹാർട്ടിനോ കിഡ്നിയോ അങ്ങനെ എന്തെങ്കിലും അസുഖത്തിന് മരുന്ന് കഴിക്കുന്നുണ്ടോ? ഇതുവരെ അങ്ങനെ ഒരു പ്രോബ്ലം ഇല്ല. ആദ്യമായിട്ട് കഴിക്കുന്ന മരുന്നാണ് ഷുഗറിന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ആ മരുന്ന് കയ്യിലുണ്ടോ? മാഡത്തിന് വായിക്കാൻ കഴിയുന്നതാണോ? ഇല്ല, ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ട. വായിച്ചു. മാഡത്തിന് ഇത് എവിടെ നിന്നാ തരുന്നേ? അടുത്ത ആശുപത്രിയിൽ നിന്നാണോ നോക്കി തരുന്നത്? ഞാൻ ഈ കൊറോണ ആയപ്പോ ഞാൻ ആശുപത്രിക്ക് പോകുന്നില്ല, 1 വർഷത്തോളമായി. അല്ലെങ്കിൽ ഗവൺമെന്റ് ആശുപത്രിയിൽ അവിടുന്ന് ഫ്രീ ആയിട്ട് മരുന്ന് കിട്ടും. 2 തരത്തിലുള്ള മരുന്ന് കിട്ടാറുണ്ട്. അതിന് ചെറിയ മരുന്ന് അതെനിക്ക് കഴിക്കുമ്പോ 12 മണിയാകുമ്പോ ഷുഗർ കുറയണത് കൊണ്ട് ഡോക്ടർ അത് നിർത്തി. ഓക്കെ, ഇപ്പോൾ വലിയ മരുന്ന് മാത്രം മെറ്റ്ഫോമിൻ മാത്രമാണ് കഴിക്കുന്നത്. അപ്പോൾ ഗ്ലിമിപ്രൈഡോ അങ്ങനെയുള്ള ചെറിയ ഗുളിക കഴിക്കുന്നില്ല, വലിയ ഗുളികയാണ് കഴിക്കുന്നത്. മനസ്സിലായോ മാഡം? അപ്പം ശ്രദ്ധിച്ചോളൂ മാഡം. അപ്പം മാഡത്തിന് എനിക്ക് തോന്നുന്നു ഒരുപാട് മെസ്സേജസ് മാഡത്തിൻ്റെ ഈ സംശയത്തിലുള്ളത് കൊണ്ട് ഞാനതൊക്കെ ക്ലിയർ ചെയ്ത് തരാം. അതായത് ഒന്ന്, ഇപ്പം ബ്ലഡ് ഷുഗറിൻ്റെ മെഡിസിൻ കഴിക്കുന്നു. മാഡം ശ്രദ്ധിച്ചോളൂ, ഇവിടെ ഫോണിൽ ശ്രദ്ധിച്ചോ. പറയൂ, എന്താണ് എന്തെങ്കിലും പറയാൻ ഉദ്ദേശിച്ചതാണോ? ഹലോ, അതല്ല, ഞാനിപ്പോ ഉദ്ദേശിച്ചത് എന്താന്ന് വെച്ചാല് ഈ കിഡ്നിക്ക് വല്ല ഈ മരുന്ന് കഴിക്കുന്നത് കൊണ്ട് വല്ല പ്രോബ്ലം ആയി തുടങ്ങിയിട്ടുണ്ടെന്നുള്ളത് ഞാൻ ഇതുവരെ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടില്ല. മനസ്സിലായി മാഡം. അത് തന്നെ ഞാൻ പറയുന്ന വളരെ ശ്രദ്ധയോടെ കേൾക്കുക. അതായത് ഈ പറയുന്ന കൊച്ചു കുറേ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഞാൻ അതിന് മുമ്പായിട്ട് 1-2 കാര്യങ്ങൾ പറയാം. മാഡം ആദ്യം ഇടയ്ക്ക് പറഞ്ഞിരുന്ന കോവിഡ് ആയതുകൊണ്ട് 1 വർഷം ഞാൻ ഹോസ്പിറ്റലിൽ പോയില്ല, ഇപ്പം മെഡിസിൻ മാത്രമേ കഴിക്കുന്നുള്ളൂ. അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഓക്കെ, ഡെഫിനറ്റ്ലി കോവിഡാണ്, നമുക്ക് പ്രമേഹ രോഗിക്ക് കുറച്ചുകൂടി റിസ്ക് ആണ്. പക്ഷേ അതിനർത്ഥം ഒരു കാരണവശാലും ചികിത്സയിൽ ഈ രീതിയിൽ നമ്മൾ കൊണ്ടുപോകണമെന്നോ ഡോക്ടറെ കാണരുതെന്നോ ഉള്ളതല്ല. ഡോക്ടറെ വിളിച്ച് ഡോക്ടറുമായിട്ട് കാണേണ്ട രീതി എങ്ങനെയാണ് മനസ്സിലാക്കി ഗവൺമെൻറ്റും ഞങ്ങളെല്ലാവരും നിർദ്ദേശിക്കുന്ന ഈ പറയുന്ന സാമൂഹിക അകലം പാലിച്ച് മാസ്കും ഒക്കെ ധരിച്ച് വളരെ സമാധാനമായിട്ട് ഇങ്ങനെ കൂട്ടത്തിലൊന്നും കൂടാതെ നിർബന്ധമായിട്ട് കാണേണ്ട ഒരു കാര്യമാണ് നമ്മുടെ അസുഖത്തിന്. കാരണം നമ്മുടെ കോവിഡിനെ പേടിച്ച് ബാക്കി അസുഖം എല്ലാം കൂടി വന്നു പോയി കഴിഞ്ഞാൽ അതുകൊണ്ട് കാര്യമില്ലാതെയാണ്. കോവിഡിനെ ഡെഫിനറ്റ്ലി നമ്മൾ ശ്രദ്ധിക്കണം. നമ്മളത് പൂർണ്ണമായിട്ട് നമുക്ക് പേടിക്കുകയല്ല വേണ്ടത്, നമ്മളത് ജാഗ്രതയോടെ കൈകാര്യമാണ് ചെയ്യേണ്ടത്. പക്ഷേ അതോടൊപ്പം മാഡം ഡെഫിനറ്റ്ലി ഡോക്ടറെ കൺസൾട്ട് ചെയ്യണം, ഡോക്ടറെ പരിശോധന നടത്തേണ്ടതാണ്. കാരണം അത്തരം ഒരു പ്രശ്നമാണ് പ്രമേഹം. അത് ആ രീതിയിൽ കൈകാര്യം ചെയ്യുക. രണ്ടാമത്തെ കാര്യം, മാഡത്തിൻ്റെ പ്രധാന സംശയം എന്ന് പറയുന്നത് അടുത്ത ജനറൽ ഹോസ്പിറ്റലിലാണ് കാണിക്കുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണ്, അവിടെ നിന്ന് ഔഷധങ്ങൾ തരുന്നുണ്ട്. ആ ഔഷധങ്ങൾ കഴിച്ച് കിഡ്നിക്ക് എന്തെങ്കിലും പ്രശ്നം വരുന്നുണ്ടോ അല്ലെങ്കിൽ വന്നോ എന്നുള്ളതാണ് പ്രശ്നം. കാരണം മാഡം ചോദിക്കാൻ കാരണം മാഡത്തിൻ്റെ റിലേറ്റീവ്സിലോ ഫ്രണ്ട്സിലോ ഒക്കെ ഡയബറ്റീസ് ഉള്ളവർ പിന്നെ മെഡിസിനൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നു, അവർക്ക് പിന്നീട് കിഡ്നിയുടെ ഒരു അസുഖം വന്നതായിട്ട് അറിഞ്ഞു, ഡയാലിസിസ് ചെയ്തതായിട്ട് കേട്ടിട്ടുണ്ട്. അത് കാരണം പേടി. കാരണം ഞാനും ഇത് പലപ്പോഴും രോഗികൾ ഇങ്ങനെ ആദ്യമായിട്ട് രോഗിയായിട്ട് വരുന്ന പേഷ്യൻസ് ഞാനും കേൾക്കാറുള്ളതും പലപ്പോഴായിട്ട് നേരിടേണ്ട ചോദ്യമാണ്. ഞാൻ മാത്രമല്ല, എനിക്ക് തോന്നുന്നു എൻ്റെ എല്ലാ സഹപ്രവർത്തകരായിട്ടുള്ള ഡോക്ടർമാരും ഇതേ ചോദ്യം നേരിടേണ്ടതാണ്. ആദ്യം മനസ്സിലാക്കേണ്ടത്, ഒരു കാരണവശാലും പ്രമേഹ രോഗ ചികിത്സയ്ക്കുള്ള ഒരു ഔഷധങ്ങൾ കഴിച്ചും മാഡത്തിൻ്റെയോ അല്ലെങ്കിൽ ഒരാളുടെയോ കിഡ്നിക്ക് യാതൊരു രീതിയിലുള്ള ബുദ്ധിമുട്ടും വരില്ല എന്ന് മാഡം മനസ്സിലാക്കുക. കാരണം ഓരോ ഔഷധങ്ങളും ഒരുപാട് രീതിയിലുള്ള
നമ്മുടെ എന്തോ പറയാൻ പരിശോധനകളും ടെസ്റ്റുകളും എല്ലാം കഴിഞ്ഞ് പരീക്ഷണങ്ങളും കഴിഞ്ഞിട്ടാണ് നമുക്ക് കഴിക്കുവാനായിട്ട് എത്തുന്നത്. പ്രത്യേകിച്ച് മേഡം കഴിക്കുന്ന ഈ പറയുന്ന ഗ്ലിമിപ്രൈഡും മെറ്റ്ഫോമിനും പ്രത്യേകിച്ച് ജനറൽ ഹോസ്പിറ്റൽ പോലുള്ള ഒരു ഹോസ്പിറ്റലിൽ ഇരിക്കുന്ന ഡോക്ടർ, ജനറൽ ഹോസ്പിറ്റൽ മാത്രമല്ല ഏത് ഹോസ്പിറ്റലിൽ ഏത് ഡോക്ടർ തരുന്ന എല്ലാവിധ പ്രമേഹ രോഗത്തിനുള്ള ഔഷധങ്ങളും 100% നമുക്ക് സേഫായിട്ട് 100% നമുക്ക് ഒരു പ്രശ്നവുമില്ലാതെ കഴിക്കുവാൻ കഴിയുന്ന മരുന്നാണ്. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കിഡ്നിയിൽ പ്രശ്നം വരുന്നത് ഈ ഔഷധങ്ങൾ കഴിച്ചത് കൊണ്ടല്ല, ഒരു പ്രമേഹ രോഗി സംഭവിക്കുന്നത് ഔഷധങ്ങൾ കഴിക്കുന്നത് കൊണ്ടല്ല, മറിച്ച് ഈ പ്രശ്നങ്ങൾ വരുന്ന കിഡ്നി മാത്രമല്ല, നമുക്ക് ഹൃദയത്തിന് പ്രശ്നം വരാം, നമുക്ക് കരളിന് ലിവറിന് പ്രശ്നം വരാം, ബ്രെയിനിന് വരാം, നമുക്ക് ഒരുപാട് ഏത് അവയവങ്ങൾക്കും പ്രമേഹത്തിന് വരാം. പ്രമേഹ രോഗം കാരണം അല്ലെങ്കിൽ പ്രമേഹം രക്തസമ്മർദ്ദം പോലുള്ള രോഗങ്ങൾ കാരണമാണ് ഈ പ്രശ്നങ്ങൾ വരുന്നത്. ഒരു പ്രമേഹ രോഗിയെ സംബന്ധിച്ചിടത്തോളം ഇത്തരം പ്രശ്നങ്ങൾ വളരെ കോമൺ ആണ്. ഹാർട്ട് അറ്റാക്കും സ്ട്രോക്കും കിഡ്നി ഫെയിലറും ഒക്കെ വളരെ കോമൺ ആണ്. അതുകൊണ്ട് തന്നെ മേഡം സംശയം, നമ്മുടെ മേഡത്തിൻ്റെ ഉള്ളിൽ വരുന്നൊരു സംശയം ചിലപ്പോൾ കിഡ്നിയെ ബാധിച്ചേക്കാൻ സാധ്യത ഉണ്ടോ എന്ന് ചോദിച്ചാൽ മേഡത്തിന് ബാധിക്കുമെന്നല്ല ഞാൻ പറഞ്ഞത്. ഏതൊരു പ്രമേഹ രോഗിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആ കാര്യം നമ്മൾ മനസ്സിലാക്കണം. അവരുടെ ഇൻറ്റേർണൽ ഓർഗൻസിനെ ഏത് സമയത്തും ബാധിക്കുവാൻ സാധ്യതയുള്ള ഒരു അസുഖമാണ് പ്രമേഹം. പക്ഷേ ആ പ്രമേഹ രോഗത്തെ നമ്മൾ നിയന്ത്രിച്ച് കൊണ്ടുപോയാൽ, ബ്ലഡ് പ്രഷർ നമ്മൾ സ്റ്റെബിലൈസ് ചെയ്ത് കൊണ്ടുപോയാൽ, കൊളസ്ട്രോൾ നമ്മൾ നോർമലാക്കി കൊണ്ടുപോയാൽ, പുകവലി പോലുള്ള കാര്യങ്ങൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കി. ഇത് ഞാൻ മേഡത്തിൻ്റെ കാര്യമല്ല പറയുന്നത്, ഞാൻ പൊതുവായി പറയുകയാണ്, ഞാൻ മറുപടി പൊതുവായി പറയുകയാണ്. നമ്മുടെ വ്യായാമം ഭക്ഷണ ക്രമീകരണം കറക്റ്റായിട്ട് കൊണ്ടുവന്നാൽ, നമുക്ക് അനവസരത്തിലുള്ള സ്ട്രെസ്സും ടെൻഷനും ഒക്കെ ഒഴിവാക്കിയാൽ, ഔഷധങ്ങൾ കറക്റ്റായിട്ട് കഴിച്ചാൽ, കൃത്യമായി നമ്മൾ ഒരു ഡോക്ടർ പറയുന്ന രീതിയിലുള്ള പരിശോധനകൾ ചെയ്ത് അതെല്ലാം നോർമലാണെന്ന് ഉറപ്പുവരുത്തിയാൽ യാതൊരു കാരണവശാലും വരാൻ സാധ്യതയില്ലാത്ത പ്രശ്നങ്ങളാണിത്. അതുകൊണ്ട് തന്നെ മാഡം ഒരു കാരണവശാലും കിഡ്നിയിലെ പ്രശ്നം ഔഷധങ്ങൾ കഴിക്കുന്നതുകൊണ്ട് വരുമെന്ന് വിചാരിക്കരുത്. എന്ന് മാത്രമല്ല ഔഷധങ്ങൾ കഴിക്കണം എന്ന് മാത്രമല്ല മാഡം എത്രയും പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കാണണം. ശ്രദ്ധിച്ച് വേണം പോകാൻ. കോവിഡ് ആയതുകൊണ്ട് ഓടിച്ചാടി ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞ് ഓടിച്ചാടി പോകരുത് എന്നും അതുകൊണ്ട് അവിടെ പോയി പരിശോധിക്കണം. വർഷത്തിലൊരിക്കലെങ്കിലും വൃക്കകൾ, വർഷത്തിലല്ല സാധാരണഗതിയിൽ നമുക്ക് 6 മാസത്തിലൊരിക്കൽ പരിശോധിച്ചാൽ അത്രയും നല്ലത്. പക്ഷേ വർഷത്തിലൊരിക്കലെങ്കിലും വൃക്കകളുടെ പ്രവർത്തനം നമ്മൾ പരിശോധിക്കണം. ഇപ്പോൾ യൂറിയ, ക്രിയാറ്റിൻ പോലുള്ള പരിശോധന അല്ലെങ്കിൽ മൈക്രോ ആൽബുമിനൂറിയ പോലുള്ള പരിശോധന ചെയ്യണം. ഇതെല്ലാം ചെയ്യുന്നത് ഔഷധങ്ങൾ കഴിക്കുന്നതുകൊണ്ടല്ല. ഇനി അവസാനം ഒരു വാക്കും കൂടി ഞാൻ പറഞ്ഞുകൊണ്ട് ഞാനത് നിർത്താം. ഇനി ഡോക്ടർ പറഞ്ഞു ഒരു ഔഷധവും കഴിച്ചാലും ഒരു വൃക്കകളും ലിവറിലും ഒക്കെ പ്രശ്നമില്ല എന്നല്ല. വൃക്കകളിലോ അല്ലെങ്കിൽ കരളിനോ ഒക്കെ ബാധിക്കുന്ന ഔഷധങ്ങളുണ്ട്. ഉദാഹരണത്തിന് നമ്മളിപ്പോൾ ഒരു വേദന സംഹാരി അല്ലെങ്കിൽ മറ്റ് ചില ഔഷധങ്ങൾ അതൊക്കെ സ്ഥിരമായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ അത് ഈവൻ ഒരു പാരസ്റ്റമോൾ പോലും സ്ഥിരമായിട്ട് നമുക്കിതൊന്നും സ്ഥിരമായിട്ട് പ്രമേഹത്തിൻ്റെ ഔഷധങ്ങൾ നമുക്ക് സ്ഥിരമായിട്ട് കഴിക്കാനുള്ള ഔഷധമാണ്. പക്ഷേ ഈ വേദനാ സംഹാരി പോലുള്ള ഔഷധങ്ങളൊന്നും നമുക്ക് ഒരിക്കലും സ്ഥിരമായിട്ട് കഴിക്കേണ്ടതല്ല. അത് നമുക്ക് വളരെ ഒരു ഷോർട്ട് കോഴ്സ്, ഒരു ഡോക്ടറുടെ അഭിപ്രായം അനുസരിച്ച് അദ്ദേഹത്തിൻ്റെ പ്രിസ്ക്രിപ്ഷൻ അനുസരിച്ച് മാത്രം 2 or 3 ദിവസമോ 5 ദിവസമോ ഒരാഴ്ചയോ 10 ദിവസമോ ഡോക്ടർ പറയുന്ന ടൈമിൽ കഴിക്കേണ്ട ഔഷധമാണ് അതൊക്കെ. അപ്പോൾ ആ ഔഷധങ്ങൾ സ്ഥിരമായിട്ട് കഴിച്ചാൽ അത്തരം രീതിയിലുള്ള പ്രശ്നങ്ങളുള്ള അത്തരം ഔഷധങ്ങൾ ഇങ്ങനെ സ്ഥിരമായിട്ട് കഴിക്കുമ്പോൾ ചിലർക്കെങ്കിലും ഉണ്ടാവാൻ സാധ്യതയുള്ള കാര്യമാണ്. അല്ലാതെ മേഡം കഴിക്കുന്ന ഒരു ഔഷധങ്ങൾക്കും അത്തരം പ്രശ്നങ്ങളില്ല. ധൈര്യമായി ഔഷധങ്ങളും കഴിച്ച് കൃത്യമായി പരിശോധനകളും ചെയ്ത് ജീവിതം വളരെ സന്തോഷമായി മുന്നോട്ട് കൊണ്ടുപോവുക. ഓക്കെ മാഡം. വിളിച്ചതിന് നന്ദി. ഡോക്ടർ, നമുക്ക് ചർച്ചയിലോട്ട് പോവാം. നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് വ്യായാമത്തിന് ഒരു പ്രമേഹ രോഗി വ്യായാമത്തിന് മുമ്പ് എടുക്കേണ്ട തയ്യാറെടുപ്പുകളാണ്. അതാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ സാധാരണഗതിയിൽ ഒരു വ്യക്തി, ഒരു പ്രമേഹ രോഗി പെട്ടെന്ന് എടുത്ത് ചാടി വ്യായാമം ചെയ്യുകയല്ല വേണ്ടത്. അദ്ദേഹത്തിൻ്റെ ഉദാഹരണത്തിന് അദ്ദേഹത്തിൻ്റെ ബ്ലഡ് ഷുഗർ 500 അതൊക്കെ ഡോക്ടർ പറഞ്ഞു പെട്ടെന്ന് അടുത്ത ദിവസം 1/2 മണിക്കൂറോ 1 മണിക്കൂറോ ചെയ്യുകയല്ല വേണ്ട. കാരണം അദ്ദേഹത്തിന് 500 ഉണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ അവയവങ്ങൾക്ക് എന്തെങ്കിലും കേടുപാടുകൾ വന്നിട്ടുണ്ടോ എന്ന് ആദ്യം മനസ്സിലാക്കണം. അതിനാദ്യം അദ്ദേഹത്തിൻ്റെ ഷുഗർ ചെറുതായിട്ടെങ്കിലും ഔഷധങ്ങൾ കഴിച്ച് നോർമലാക്കുക. അതേപോലെ തന്നെ ബ്ലഡ് പ്രഷർ, ഇപ്പോൾ പ്രഷർ ഒരു വ്യക്തിക്ക് 200/100 പ്രഷർ. ആ വ്യക്തി ഓടിപ്പോയി കഠിനമായ വ്യായാമം പറയല്ല ചെയ്യേണ്ടത്. അദ്ദേഹത്തിൻ്റെ ഡോക്ടറുമായിട്ട് ചർച്ച ചെയ്ത് ആ ബ്ലഡ് പ്രഷറിനെ കുറച്ചുകൂടി സ്റ്റെബിലൈസ് ചെയ്യുക, അതിൻ്റെ കാരണം മനസ്സിലാക്കുക. അതിനുശേഷം ചെയ്യേണ്ടത് ഒരു ബേസിക് ഒരു ഇവാലുവേഷൻ ഉണ്ട്. അതിനകത്ത് ഏറ്റവും ചുരുങ്ങിയ പക്ഷം ECG എങ്കിലും, ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു 30 വയസ്സുള്ള ഒരു വ്യക്തിയുടെ കാര്യമല്ല പറയുന്നത്. ഞാൻ സാധാരണഗതിയിൽ ഇതാണ് ഞാൻ പറഞ്ഞ ഏതൊരു വ്യക്തി അവരുടെ ടീമുമായിട്ട് കൺസൾട്ട് ചെയ്താണ്, അവരുടെ ഡയബറ്റിസ് ടീമുമായിട്ട് കൺസൾട്ട് ചെയ്താണ്. അപ്പം 50 or 60 വയസ്സുള്ള ഒരു വ്യക്തിയാണ് വ്യായാമം ചെയ്ത് തുടങ്ങുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഏറ്റവും ചുരുങ്ങിയ പക്ഷം ECG എങ്കിലും എടുത്ത് നോക്കണം. നമുക്ക് TMT അതുപോലുള്ള കാര്യങ്ങളിൽ ഞാൻ പോകുന്നില്ല. നമുക്ക് ECG വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല, അതിൽ പ്രശ്നമൊന്നുമില്ല എന്ന് ഉറപ്പുവരുത്തുക. അടുത്ത് ശ്രദ്ധിക്കേണ്ട വൃക്കകളുടെ പ്രവർത്തനം നമ്മൾ നോക്കുന്നു. വൃക്കകളുടെ കാരണം പ്രമേഹ രോഗം വൃക്കകളെ ബാധിക്കുവാനുള്ള സാധ്യത കൂടുതലാണ്. വൃക്കകളുടെ പ്രവർത്തനം നോക്കുക. അറ്റ്ലീസ്റ്റ് ഏറ്റവും ചുരുങ്ങിയ പക്ഷം രക്തത്തിലെ യൂറിയ, ക്രിയാറ്റിൻ പോലുള്ള വാല്യൂസ് നോക്കുക. അത് നോർമലാണെന്ന് ഉറപ്പുവരുത്തുക.
അടുത്ത ശ്രദ്ധിക്കേണ്ടത് കണ്ണുകൾ പരിശോധിക്കുക എന്നുള്ളതാണ്. കണ്ണുകൾ പരിശോധിക്കുക എന്ന് പറയുന്നത് പ്രമേഹ രോഗത്തിൽ നേത്രങ്ങളെ, നമ്മുടെ കണ്ണുകളെ ബാധിക്കുവാനുള്ള സാധ്യത, പ്രത്യേകിച്ച് റെറ്റിനയിൽ പ്രമേഹ രോഗം, റെറ്റിനോപ്പതി പോലുള്ള ഈവൻ ബ്ലീഡിംഗ് പോലും വരാൻ സാധ്യത വളരെ കൂടുതലാണ്. പക്ഷേ ആദ്യത്തെ സ്റ്റേജിലൊന്നും ഒരു പ്രമേഹ രോഗിക്ക് തിരിച്ചറിയാൻ കഴിയില്ല. ഒരു സ്റ്റേജ് കഴിയുമ്പോഴായിരിക്കും നമ്മൾ പരിശോധിക്കുമ്പോഴാണ് മനസ്സിലാകുന്നത്. അപ്പോൾ എല്ലാ പ്രമേഹ രോഗികളും, പ്രത്യേകിച്ച് കുറച്ച് വർഷങ്ങളായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഡെഫിനറ്റ്ലി ഒരു നേത്രരോഗ വിദഗ്ധനെ കണ്ട് പ്രമേഹം നേത്രങ്ങളെ ബാധിച്ചിട്ടില്ല എന്ന് ഉറപ്പുവരുത്തുക. കാരണം നേത്രങ്ങളെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ ബ്ലീഡിംഗ് ഉണ്ട്, അത്തരം പ്രശ്നമുണ്ടെങ്കിൽ കഠിനമായ വ്യായാമം ചെയ്യുമ്പോൾ നെഗറ്റീവ് ഇമ്പാക്റ്റ് ആയിരിക്കും വരുന്നത്. നമുക്ക് ഷുഗർ കുറയും, BP കുറയും ഒക്കെ വരുമെങ്കിലും ബ്ലീഡിംഗ് കൂടിക്കഴിഞ്ഞാൽ നമ്മൾ അതുകൊണ്ട് കാര്യമില്ല. അതുകൊണ്ട് ഡെഫിനറ്റ്ലി നമ്മൾ കണ്ണുകൾ പരിശോധിക്കുക. കണ്ണിൽ ഒരു പ്രശ്നവുമില്ല, മീൻസ് ഈ പറയുന്ന പ്രമേഹം പ്രശ്നങ്ങളുണ്ടോന്നില്ല എന്ന് ഉറപ്പ് വരുത്തുക. അഥവാ ചെറിയ പ്രശ്നമുണ്ടെങ്കിൽ ഡോക്ടറുമായിട്ട് കൺസൾട്ട് ചെയ്തിട്ട് എന്ത് രീതിയിലുള്ള വ്യായാമം മുറയാണെന്ന് നമുക്ക് ഉറപ്പ് വരുത്തണം. അതോടൊപ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മുടെ പാദങ്ങളാണ്. നമുക്കറിയാം വ്യായാമം എന്ന് പറയുന്നത് നമുക്ക് കൈകൾ കൊണ്ടും എല്ലാം നമുക്ക് വ്യായാമം ചെയ്യാമെങ്കിൽ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ കാലുകളും പാദം. ഒരു പ്രമേഹ രോഗിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്ന പാദങ്ങളിൽ വരുന്ന പ്രശ്നമാണ്. പലപ്പോഴും ഈ ന്യൂറോപ്പതി, നെർവ്സിനെ ബാധിക്കുന്ന പ്രശ്നവും കാലിലോട്ടുള്ള രക്തയോട്ടം കുറയുന്നതിൻ്റെയും പ്രശ്നം കാരണം ഏതൊരു പ്രമേഹ രോഗിയുടെ പാദങ്ങളും നമുക്ക് റിസ്ക്കിലാണെന്ന് പറയാം. അതുകൊണ്ട് തന്നെ പലപ്പോഴും പല പ്രമേഹ രോഗികൾക്ക് ഈ ന്യൂറോപ്പതിയൊക്കെ വളരെ ഈ ന്യൂറോപ്പതി സിവിയർ ആയിട്ടിരിക്കുന്ന ഒരു സ്റ്റേജിൽ സെൻസേഷൻ ചിലപ്പോൾ അറിയണമെന്നില്ല. അപ്പോൾ ഈ വ്യായാമം ചെയ്യുമ്പം ശ്രദ്ധിക്കേണ്ടത് നിർബന്ധമായിട്ടും അതിനു മുമ്പ് ഒരു പ്രമേഹ വിദഗ്ധനെ കണ്ട് കാലുകൾക്ക് പ്രശ്നമില്ല എന്ന് ഉറപ്പുവരുത്തുക. കാലിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അതനുസരിച്ചുള്ള വ്യായാമ മുറകൾ ചെയ്യുക. ഇനി വ്യായാമം ചെയ്യാൻ പോകുമ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് കൃത്യമായിട്ടുള്ള ഫുട്വെയറും അതുമെല്ലാം ഉപയോഗിച്ച് വേണം ചെയ്യാൻ. അപ്പോൾ ഡെഫിനറ്റ്ലി ഇപ്പോൾ ഒരു പ്രമേഹ രോഗി ആദ്യമായി വ്യായാമം ചെയ്ത് തുടങ്ങുന്നതിന് മുമ്പായിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു മെഡിക്കൽ സ്ക്രീനിങ് നടത്തുക. കണ്ണുകൾ, കിഡ്നി, ഹാർട്ട് ഇതെല്ലാം നോക്കി സ്റ്റെബിലൈസ്ഡായി. ഇപ്പോൾ ബ്ലഡ് പ്രഷറും ബ്ലഡ് ഷുഗറും ഒക്കെ വളരെ കൂടുതലാണെങ്കിൽ അത് കുറയ്ക്കുക. രക്തത്തിലെ ഗ്ലൂക്കോസിനുള്ള സ്ഥിരമായി കുറഞ്ഞു പോകുന്നൊരു വ്യക്തിയാണെങ്കിൽ അത് ഏറെക്കുറെ ആ പ്രശ്നം ഒഴിവാക്കിയിട്ട് വേണം വ്യായാമം ചെയ്യാൻ, അല്ലെങ്കിൽ കുറഞ്ഞ് വീണ്ടും ബുദ്ധിമുട്ടാവാം. ഇതെല്ലാം നോർമലൈസ് ചെയ്തിട്ട് വേണം. നോർമലൈസ് ചെയ്തിട്ടെന്ന് പറഞ്ഞാൽ വ്യായാമം ചെയ്യാനായിട്ട് ഒരു വർഷം എടുത്ത് നോർമലൈസ് ചെയ്യുക എന്നുള്ളതല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഇതെല്ലാം ഒരാഴ്ചയോ 4-5 ദിവസം കൊണ്ടോ എല്ലാം സ്റ്റെബിലൈസ് ചെയ്തിട്ട് ആ ഡോക്ടറുമായിട്ട് ചർച്ച ചെയ്തിട്ട് വേണം എന്ത് വ്യായാമം, എത്ര മിനിറ്റ്, എപ്പോൾ ചെയ്യണം, എങ്ങനെ ചെയ്യണമെന്ന് തീരുമാനിക്കാം. നമുക്കൊരു കോൾ ഉണ്ട് ഡോക്ടർ. കെയറിംഗ് ഹാൻഡ്സിലേക്ക് സ്വാഗതം. ഹലോ. ഹലോ, പേര് പറയാമോ? എൻ്റെ പേര് ചിഞ്ചു എന്നാണ്. ഓക്കെ, എവിടെ നിന്ന് വിളിക്കുന്നു? എറണാകുളം. ആയിക്കോട്ടെ, ഡോക്ടറോട് സംസാരിച്ചു. ഓക്കെ. ഹലോ ഡോക്ടർ. യെസ് പറയൂ. ഞാൻ എറണാകുളത്ത് നിന്നാണ് വിളിക്കുന്നത്. ഓക്കെ. എനിക്കിപ്പോ ലാസ്റ്റ് എന്റെ ഏജ് 36 ആണ്. ഓക്കെ. അപ്പോ ഓൾമോസ്റ്റ് ഒരു 8 years ആയിട്ട് ഷുഗർ ഉണ്ട്. ഓക്കെ. അപ്പൊ ഞാൻ വർക്ക് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ IT ഫേം ആണ്. എനിക്ക് ഷിഫ്റ്റും കാര്യങ്ങളൊക്കെയാണ് ബേസിക്കലി വരുന്നത്. ഓക്കെ. അപ്പൊ ലാസ്റ്റ് ഇപ്പൊ ഈ ലോക്ക്ഡൌൺ സ്റ്റാർട്ട് ചെയ്തിട്ട് ഓൾമോസ്റ്റ് ഒരു 6 months ഞാൻ നൈറ്റ് തന്നെയായിരുന്നു വർക്ക് ചെയ്തോണ്ടിരിക്കുന്നത്. ഇപ്പൊ കറന്റ്ലി നൈറ്റ് തന്നെയാണ് വർക്ക് ചെയ്യണത്. ഓക്കെ. അപ്പൊ ഈ ഉറക്കവും ഇതും മെഡിസിനും എല്ലാം കൂടി അങ്ങോട്ട് മാനേജ് ആയി പോകുന്നില്ല എനിക്ക്. അപ്പൊ അതുകൊണ്ട് ഞാനിപ്പോ കറന്റ്ലി ഇന്നിപ്പോ രാവിലെ ഞാൻ ഒരു നോർമൽ ചെക്കപ്പ് നടത്തിയിരുന്നു. ഓക്കെ. അപ്പോ അതില് എല്ലാം ഒരു നല്ല രീതിയിൽ ഹൈ ആയിട്ടാണ് ഞാനിപ്പോ കാണുന്നത്. ഓക്കെ. എല്ലാം ഉദ്ദേശിക്കുന്നത് എന്തൊക്കെയാണ് സാർ? അതായത് ഞാനിപ്പോ HbA1c നോക്കി. അപ്പൊ അത് ഒരു 13.6 ആണ് കാണിക്കുന്നത്. ഓക്കെ. പിന്നെ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ 273 ഉണ്ട്. ഓക്കെ. പിന്നെ കൊളസ്ട്രോളും ബോർഡർ ലെവലിലാണ് കാണിക്കുന്നത്. ഓക്കെ. GPT കാണിക്കുന്നത് ബോർഡർ ലൈൻ എന്നുള്ള രീതിയിലാണ് എനിക്ക് കാണിക്കുന്നത്. മനസ്സിലായി. ഓക്കെ. അപ്പൊ അതിലിപ്പം എന്തൊക്കെയാണ് ഞാൻ മെയിൻലി ഒന്ന് കെയർ ചെയ്യേണ്ട കാര്യങ്ങൾ? ഓക്കെ. പേര് ചിഞ്ചു എന്നാണോ പറഞ്ഞത്? അതെ അതെ അതെ. യെസ്. ഓക്കെ. ചിഞ്ചു ഇപ്പൊ വിളിക്കുന്നത് എറണാകുളത്ത് നിന്നാണ് അല്ലേ? അല്ലേ ചിഞ്ചു? ഞാൻ പറയുന്ന കേൾക്കുന്നുണ്ടോ? കേൾക്കാം. വിളിക്കുന്നത് കൊച്ചിയിൽ, എറണാകുളത്ത് നിന്നല്ലേ? എറണാകുളം. ഓക്കെ. ചിഞ്ചു, ഞാൻ ഒറ്റ വാക്കിൽ ഞാൻ ആദ്യം മറുപടി പറയാം, എന്നിട്ട് ചിഞ്ചുവിൻ്റെ വിശദമായിട്ട് തുടർന്ന് പറയാം. ആദ്യം ചെയ്യേണ്ടത്, ഇന്ന് എന്തായാലും എനിക്ക് തോന്നുന്നു ഇന്ന് രണ്ടാമത്തെ ആളാണ് ഇന്ന് രാവിലെ തന്നെ ചെക്ക് ചെയ്തിട്ട് ഭാഗ്യവശാൽ ഇന്ന് പ്രോഗ്രാം കാണുകയും വിളിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ചിഞ്ചു ചെയ്യേണ്ടത്, ഇപ്പോൾ A1c 13.6 വെറും വയറ്റിലെ ഷുഗർ 280, വയസ്സ് 36 എന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ സ്ട്രൈറ്റ് അവേ പറയാം, ചിഞ്ചു ഇന്ന് വൈകുന്നേരവും നാളെയോ തന്നെ ചിഞ്ചുവിനെ കാണുന്ന ഡോക്ടറെ കാണുക, ചിഞ്ചുവിനെ ചികിത്സിക്കുന്ന ഡോക്ടറെ കാണുക.
അല്ലെങ്കിൽ അദ്ദേഹമായിട്ട് കോൺടാക്ട് ചെയ്യുക. ഇപ്പോൾ ടെലി കൺസൾട്ടേഷൻ ആണെങ്കിൽ അങ്ങനെ ഡിസ്കസ് ചെയ്യുക. കഴിച്ചുകൊണ്ടിരിക്കുന്ന ഔഷധങ്ങളും ഈ ജീവിതശൈലിയിൽ ടോട്ടലി നമുക്ക് മാറ്റം വരുത്തണം. കാരണം ഇപ്പോൾ A1C 7, 8, 8.5 എന്നൊക്കെ ആയിരുന്നെങ്കിൽ ഞാനിപ്പോൾ ഫോണിൽ കൂടി തന്നെ കുറച്ച് നിർദ്ദേശങ്ങൾ പറഞ്ഞാൽ അതിന് ചെറിയൊരു നമുക്ക് കുറച്ച് ദിവസത്തേക്കെങ്കിലും നമുക്ക് ആ രീതിയിൽ കൊണ്ടുപോകാം. പക്ഷേ A1C 14 എന്ന് പറയുമ്പോൾ ഞാൻ ഈ പറഞ്ഞ് കേട്ടിട്ട് ചിഞ്ചു ടെൻഷൻ ആകണ്ട. ഞാൻ ഒരു ടിപ്പിക്കൽ എനിക്ക് തോന്നുന്നു പലപ്പോഴും നിർഭാഗ്യവശാൽ ഞങ്ങളുടെ ക്ലിനിക്കിൽ ഇപ്പോൾ എനിക്ക് തോന്നുന്നു എന്നെപ്പോലുള്ള എല്ലാ ഡോക്ടർമാരുടെയും ക്ലിനിക്കിൽ വരുന്ന ഏറ്റവും ചുരുങ്ങിയത് ഒരു 3 പേരെങ്കിലും ഈ രീതിയിലുള്ള ഹിസ്റ്ററി പറഞ്ഞുകൊണ്ടായിരിക്കാം. കാരണം ചിഞ്ചുവിന് ഞാൻ മനസ്സിലാക്കുന്നത് ബ്ലഡ് ഷുഗർ വന്നിരിക്കുന്ന 28 വയസ്സിലാണ്, വളരെ യങ്ങർ ഏജിലാണ്. 8 വർഷമായെന്നല്ലേ പറഞ്ഞല്ലേ? IT ഫീൽഡിലാണ്, പലപ്പോഴും ഡേയും നൈറ്റും ഷിഫ്റ്റ് വർക്ക് ചെയ്തതാണ്. അത് കാരണം എക്സസൈസ് പ്രോപ്പറായിട്ട്, കാരണം നൈറ്റ് ആണെങ്കിൽ രാവിലെ ചെയ്യാൻ പറ്റില്ല, ഡേ ആണ്, അങ്ങനെ പലപ്പോഴും എക്സസൈസ് പ്രോപ്പറായിട്ട് പറ്റുന്നില്ല. പിന്നെ ഫുഡ് പലപ്പോഴും ഫാസ്റ്റ് ഫുഡിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ആ സമയത്ത് പിന്നെ സ്നാക്സും ജങ്ക് ഫുഡും ഒക്കെ എടുക്കേണ്ടി വരുന്നുണ്ട്. അതിൻ്റെ കൂടെ സ്ട്രെസ്സ് വരുന്നുണ്ട്, ടെൻഷൻ, സ്ലീപ്പ് കറക്റ്റ് ആകുന്നില്ല. ഇതെല്ലാം കാരണം ബ്ലഡ് ഷുഗർ കൂടുന്നു. ഈ ബ്ലഡ് ഷുഗറും ബ്ലഡ് പ്രഷറും ഒക്കെ കൂടുന്ന കാരണം അത് വർക്കിനെ എഫക്റ്റ് ചെയ്യുന്നു. അത് വീണ്ടും ഇതൊരു സൈക്ലിക്കലായിട്ട് പോവുകയാണ്. കാരണം ഷുഗർ കൂടും, ഷുഗർ കാരണം ടെൻഷൻ കൂടും, ടെൻഷൻ കാരണം വർക്കിൽ ഇതാകും, അത് കാരണം വീണ്ടും ടെൻഷനാകും, ഷുഗർ കൂടും. അങ്ങനെ പ്രശ്നങ്ങൾ ഇതേ ടിപ്പിക്കൽ പിക്ചറുമായിട്ട്, ഇതേ ടിപ്പിക്കൽ പാറ്റേൺ ആയിട്ട് ഡെയിലി ഏറ്റവും ചുരുങ്ങിയത്, ഞാനിപ്പോൾ രാവിലെ ഹോസ്പിറ്റലിൽ നിന്ന് വരികയാണ്, ഇന്ന് രാവിലെ ആദ്യമായിട്ട് വന്നൊരു പേഷ്യൻ്റ് ഏറെക്കുറെ ഇതേ പിക്ചറാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ ചിഞ്ചുവിൻ്റെ ആയാലും എല്ലാവർക്കും ഇത് ഒരുപാട് പേർക്ക് പ്രയോജനം ചെയ്യാൻ സാധ്യതയുള്ള ഒരു ചോദ്യമായതുകൊണ്ട് അങ്ങനെ തന്നെ ഞാൻ പറയുകയാണ്. ആദ്യം ചിഞ്ചുവിൻ്റെ കാര്യം ഞാനൊന്ന് പറയാം. HbA1c 13.86 എന്ന് പറയുന്നത് ഷുഗർ അതൊരു രീതിയിലും കൺട്രോൾ അല്ല എന്ന് ഉറപ്പ് മനസ്സിലാക്കുക. അതായത് HbA1c എന്ന് പറയുന്നത് 6.5 താഴെയാണ് നിൽക്കേണ്ടത് പ്രമേഹ രോഗികളിൽ, 7 താഴെയെങ്കിലും നിർത്തണമെന്നാണ്. 8 നമുക്ക് 8 കഴിയാൻ പാടില്ല. പ്രത്യേകിച്ച് ചിഞ്ചുവിൻ്റെ വയസ്സ് 36 നമുക്ക് 7 താഴെ തന്നെ നിർത്തണം. അതുകൊണ്ട് 13.6 എന്ന് പറഞ്ഞാൽ അതിനെപ്പറ്റി ചിന്തിക്കുകയേ വേണ്ട ചിഞ്ചു. നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ വരുത്തണം. വെറും വയറ്റിലെ ഷുഗർ 280 എന്ന് പറയുന്നത് വളരെ 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 കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഈ സ്റ്റേജിൽ ചിഞ്ചുവിൻ്റെ അടുത്ത് എനിക്ക് ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഔഷധങ്ങളാണ് കഴിക്കണമെങ്കിൽ അതോടൊപ്പം നമുക്ക് ഇൻസുലിൻ ആരംഭിക്കേണ്ടി വരും, നമുക്ക് ഔഷധങ്ങൾ മൊത്തം മാറ്റേണ്ടി വരും, മൊത്തം നമ്മുടെ മെഡിക്കൽ ചെക്കപ്പിൽ ബാക്കി അവയവങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല, പക്ഷേ ഹാർട്ട്, കിഡ്നി ഉൾപ്പെടെ എല്ലാം ഇവാലുവേറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ടോട്ടൽ ഒരു ചേഞ്ചാണ് ചിഞ്ചുവിന് വേണ്ടത് ഒന്ന്. പക്ഷേ രണ്ടാമത്തെ കാര്യം ശ്രദ്ധിക്കേണ്ട, ചിഞ്ചു നമ്മളെല്ലാവരും ഇപ്പോൾ ഉദാഹരണത്തിന് എനിക്കിപ്പോൾ ആരുടെ ഒരു സെലിബ്രിറ്റിയുടെയും പേര് പറയുന്നത് ശരിയല്ലാത്തതുകൊണ്ടാണ്, പക്ഷേ എന്നാൽ പോലും ഞാൻ പറയാം, നമുക്ക് ഒരു അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ഫാസ്റ്റ് ബൗളർ, പാകിസ്ഥാനിലെ ഫാസ്റ്റ് ബൗളറുണ്ട് നമുക്ക് വാസിം അക്രം. അദ്ദേഹം എന്ന് പറയുന്നത് ഒരു ലോകത്തിലെ ഈ പ്രമേഹ രോഗത്തിൻ്റെ ഒരു ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യാൻ അദ്ദേഹം പെർമിഷൻ കൊടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അദ്ദേഹം ഞാൻ പറഞ്ഞത് പണ്ട് ഈ രീതിയിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ആ സമയത്ത് 3 നേരം ഇൻസുലിൻ ഇരുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഞാൻ ഉദ്ദേശിച്ചത് ഇത്രയേ ഉള്ളൂ, നമ്മുടെ സിറ്റുവേഷൻ എന്തോ ആയിക്കൊള്ളട്ടെ, നമ്മുടെ ജോബ് എന്തോ ആയിക്കൊള്ളട്ടെ, നമ്മുടെ ഡെയിലി റുട്ടീൻ എന്തോ ആയിക്കൊള്ളട്ടെ, അത് പറഞ്ഞുകൊണ്ട് നമുക്ക് നമ്മുടെ ഔഷധങ്ങൾ, കാരണം പ്രമേഹത്തിന് ഇത് അറിയില്ലല്ലോ, നമ്മൾ IT ഫീൽഡിലാണോ, നമുക്ക് നൈറ്റ് ഡ്യൂട്ടി ആണോ, അവർക്ക് പ്രമേഹത്തിനോ രക്തസമ്മർദ്ദത്തിനോ അറിയില്ല. അവരുടെ പ്രശ്നം എന്ന് പറയുന്നത് കൺട്രോളല്ല, അല്ലെങ്കിൽ ഇതൊന്നും കൺട്രോളല്ല, ഉടനടി ഹാർട്ട് അറ്റാക്ക് ആക്കാം, സ്ട്രോക്ക് ആക്കാം, കിഡ്നിയെ ബാധിക്കാം. അവർക്കിലേക്ക് മനസ്സിലാക്കുവാനുള്ള കഴിവുണ്ടായിരുന്നു, അയ്യോ ഈ വ്യക്തിക്ക് ഇതാണ് സോഫ്റ്റ്വെയറിൽ അതിലാണ് ജോലി, നൈറ്റ് ഡ്യൂട്ടി ഉണ്ട്, അപ്പം നമുക്കങ്ങ് വിട്ടേക്കാം, അടുത്ത ആളെടുത്ത് പോകാമെന്ന് പറഞ്ഞ് പ്രമേഹത്തിന് പോകാൻ കഴിയില്ല. പ്രമേഹം എന്തായാലും ഇത്രയും ഡ്യൂറേഷനാണ്, ഷുഗർ കൂടുതലാണെങ്കിൽ ഇത്തരം പ്രശ്നങ്ങൾ വരാൻ സാധ്യത ഉള്ളതുകൊണ്ട് ചിഞ്ചു ചെയ്യേണ്ട കാര്യം ആദ്യം നമ്മുടെ ഈ റുട്ടീൻസിലൊന്ന് മാറ്റം വരുത്തണം. അത് എന്ന് പറഞ്ഞിപ്പോൾ നൈറ്റ് ഡ്യൂട്ടി നമുക്ക് നൈറ്റ് ഡ്യൂട്ടി ആയിട്ട് അക്സെപ്റ്റ് ചെയ്യണം, പക്ഷേ അതനുസരിച്ച് പകൽ വിശ്രമം എടുക്കുക, പകൽ ഉറങ്ങുവാൻ ശ്രമിക്കുക, അതനുസരിച്ച് ഈ ഡ്യൂട്ടി എടുത്താലും ആഹാരം ക്രമീകരിക്കുക, അതോടൊപ്പം വ്യായാമം കണ്ടിന്യൂസ് ആയിട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക, അതോടൊപ്പം ചെയ്യേണ്ടത് കൃത്യമായ ഇടവേളകളിൽ പരിശോധന നടത്തുക. ഏറ്റവും പ്രധാനം ഔഷധങ്ങളാണ്. ഈ സ്റ്റേജിൽ ഔഷധങ്ങൾ കഴിക്കുക. ചിലപ്പോൾ ഇൻസുലിൻ എടുക്കേണ്ടി വരാം. എനിക്ക് തോന്നുന്നു സമയക്കുറവ് കാരണം എനിക്ക് ഒരുപാട് വിശദീകരിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ ചിഞ്ചു ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ചിഞ്ചുവിൻ്റെ ചികിത്സിക്കുന്ന ഡോക്ടറുമായിട്ട് കൺസൾട്ട് ചെയ്യുക. വിശദമായിട്ട് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യണമെങ്കിൽ എനിക്ക് തോന്നുന്നു ഈ സ്ക്രീനിൽ എഴുതിയിരിക്കുന്ന നമ്പറിലോ അല്ലെങ്കിൽ ഞങ്ങളുടെ സ്റ്റുഡിയോയിലോ വിളിച്ച് ചോദിച്ചിട്ട് എന്നെ പിന്നീട് എപ്പോഴെങ്കിലും ഞാൻ ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ വിളിക്കുക. നമുക്കൊരു 5-10 മിനിറ്റ് സംസാരിക്കേണ്ടതായിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ സമയക്കുറവ് കാരണം ഞാൻ തൽക്കാലം അത് നിർത്തുകയാണ്. ഓക്കെ ചിഞ്ചു, വിളിച്ചതിന് നന്ദി. സമയം ഇവിടെ പൂർണ്ണമാകുന്നു ഡോക്ടർ. ഇത്രയും നേരം വളരെ വിശദമായി നല്ല രീതിയിൽ സംശയങ്ങൾക്കെല്ലാം ഉത്തരം നൽകിയ ഡോക്ടർക്ക് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. കെയറിംഗ് ഹാൻഡ്സ് എന്ന പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നമസ്കാരം.